കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം തിരുവചന ധ്യാനത്തിന്റെ 19ാമത് ദിവസം രാത്രിയിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ആയിരുന്നു. 2-ാം അധ്യായം 20-ാം വാക്യം താനെ ഹൈ ഒഫീഷ്യൽസിന്റെ നടുവിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇനി കാണാതെ പറയണം. അതിനവൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. ആകയാൽ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. ഒരു പ്രശ്നം കേട്ടിട്ട് പെട്ടെന്നൊരു സ്റ്റെപ്പ് വെച്ച ആളല്ല നെഹമ്യാ. സംടൈം നാം ചില സന്ദർഭങ്ങളിൽ ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് തിടുക്കത്തിൽ നമുക്ക് അതിന് മറുപടി പറയണം, പെട്ടെന്ന് ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് പ്രതികരിക്കണം, എന്തെങ്കിലും ഇപ്പൊ തന്നെ ചെയ്തേ പറ്റൂ എന്നുള്ള വെപ്രാളമുള്ളവരാണ്. പക്ഷെ നെഹമ്യാവിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാം കേട്ടു. എന്നിട്ട് താൻ ആ കാര്യവുമായി ദൈവസന്നിധിയിലേക്ക് പോവുകയാണ് ചെയ്തത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത്. സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് വ്യക്തതയില്ലാതെ ഒരിക്കലും ആത്മീയ ശുശ്രൂഷയ്ക്ക് നമ്മൾ ചുവടുവെക്കും. ദൈവം എപ്പോഴും ഒരു ക്ലിയർ ഗൈഡൻസും ക്ലാരിഫിക്കേഷനും നിങ്ങളിലൂടെ എന്തൊക്കെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തതയും ഇവഞ്ച്വലി തന്നുകൊണ്ടിരിക്കും. അത് വചനധ്യാനത്തിലൂടെയാകാം, സ്വപ്നത്തിലൂടെയാകാം, ദർശനത്തിലൂടെയാകാം, നിയോഗത്തിലൂടെയാകാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒന്ന് പ്രാർത്ഥനയിലൂടെയാകാം, അല്ലെ ദർശനത്തിലൂടെയാകാം, ഇല്ലേ സ്വപ്നത്തിലൂടെയാകാം, നിയോഗത്തിലൂടെയാകാം. എഴുതി വെക്കണം കേട്ടോ. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ദൈവം നിങ്ങൾക്ക് വ്യക്തമായി തരും. ഒരിക്കലും ഊഹാബോഹത്തിലൂടെ ഒരു ശുശ്രൂഷയും ചെയ്യുക. എൻ്റെ ശുശ്രൂഷയിൽ ധാരാളം സുവിശേഷകരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പല ആളുകളും വന്നിട്ട് പാസ്റ്റേഴ്സ് കോൺഫറൻസ് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള പല ആളുകളുടെയും പല ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അവരിൽ ചിലർ പറഞ്ഞത്, പാതിരി സാബ് നമുക്ക് മാലു നീ മിക്ക കർണായ, നോക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ഒരു ഓൾ ഇന്ത്യ കോൺഫറൻസിന് 2 സെഷൻ ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കടന്നുപോയി. അവിടെ ഡോക്ടറേറ്റ് ഉള്ള 2 പേരും ഫൈനലി അവർക്ക് ഓരോ സെഷനും മാസ്റ്റേഴ്സ് ഒന്നും കഴിയാത്ത എനിക്ക് 2 സെഷനുമാണ് അവർ വെച്ചത്. എനിക്ക് തൊട്ടു മുമ്പ് ബഥേൽ ബൈബിൾ കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ KJ മാറ്റ് സാറാണ് ശുശ്രൂഷിച്ചത്. ഇറങ്ങി വരുമ്പോൾ എന്നോട് പറഞ്ഞു, മിസ്റ്റർ ഷാജി, ഞങ്ങളെല്ലാം പേപ്പർ പ്രസന്റേഷൻ ആയിരുന്നു. ഇനി മിഷണറി ചരിത്രങ്ങളല്ലേ ആളുകൾ കേൾക്കാൻ പോകുന്നത്. ഇനി അത് അവരുടെ ജീവിതത്തെ നിശ്ചയമായും പിടിച്ചു കുലുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കർത്താവ് നടത്തിയ കാര്യങ്ങളൊക്കെ, ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളൂ. സ്തോത്രം. അപ്പോൾ ആ കോൺഫറൻസിന്റെ ഒരു സെഷൻ കഴിഞ്ഞു വന്നപ്പോൾ 3 ദൈവദാസന്മാർ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ദൈവദാസന്മാർ എന്നോട് പേഴ്സണലി പറഞ്ഞു, എനിക്കൊരു 2 മിനിറ്റ് തരണേ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും, ദൈവത്തിന് സ്തോത്രം. അവരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞത്, ഞാൻ ഈ ഞായറാഴ്ച കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരാൾ പറഞ്ഞത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ മരിക്കണമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ജീവിതത്തിൽ പലപ്പോഴും, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കർത്താവിന്റെ ദാസന്റെ മിഷണറി ലൈഫ് കേട്ടപ്പോൾ ഞങ്ങൾക്കൊന്നുകൂടെ ഞങ്ങളെ ഒരുക്കുവാനും കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ ഒന്ന് അടുക്കുവാനും ഞങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ ഞങ്ങൾക്കൊന്ന് കണ്ടെത്തുവാനും ഒക്കെ ഭാഗ്യമുണ്ടായി. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. ചിലർ സാർ വിളിക്കാറുണ്ട്, പല ടൈറ്റിലിൽ ആളുകൾ പറയാറുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുവാ ഞങ്ങൾ വിളിക്കണ്ടേ? നമ്മൾ ഷാജിന്ന് വിളിച്ചാൽ മതി, വലിയ സന്തോഷം. അപ്പോൾ
നമ്മൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിലൊന്നും അല്ല ദൈവപ്രവൃത്തി നടക്കുന്നത്. പൗലോസിൽ വ്യാപരിച്ചവൻ, പത്രോസിൽ വ്യാപരിച്ചവൻ നമ്മളിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ അവരിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർ കണ്ടതുപോലെ നമ്മളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്കും കാണാനും കഴിയും. ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറയാനിടയായി തീർന്നു: ഞാൻ പ്രസംഗിക്കുമ്പോൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം: എൻ്റെ സന്ദേശങ്ങൾ കുഞ്ഞു കുഞ്ഞിനും അതേ വൃദ്ധനായ മനുഷ്യനും ഒരുപോലെ ഗ്രഹിക്കേണ്ടതിന് അവർക്ക് മനസ്സിലാകുന്ന ലളിത ഭാഷയിൽ അവരോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാനാണ് ദൈവാത്മാവ് എന്നോട് എപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയാനിടയായി തീർന്നു. ആ മഹാന്മാരൊക്കെയും ദൈവത്തിന്റെ വചനമായിരുന്നു പ്രസംഗിച്ചത്. നാം അതിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇൻട്രഡക്ഷനായി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നെഹമ്യാവ് ഒരു കാര്യം കേട്ടപ്പോൾ ദൈവസന്നിധി ഇരുന്ന് തന്നെ ഒരുക്കാൻ താനും ദൈവവും മാത്രമേ ഉള്ളായിരുന്നു. തന്നെ മതിൽപ്പണിയിൽ പരിശീലിപ്പിക്കാൻ പ്രാർത്ഥന മുറി മാത്രമേ ഉള്ളായിരുന്നു. അവിടെയുള്ള അത്യാവശ്യ പഠനങ്ങളും അന്വേഷണങ്ങളും റിസർച്ചുകളും ഒക്കെ ഒരു പരിധിവരെ താൻ ചെയ്തു കാണും. കാരണം ഇത് 70 വർഷത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ ചിതറിപ്പോയി ദൈവത്തിന്റെ അടി മേടിച്ച് രാഷ്ട്രം നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്ത് അവരുടെ എല്ലാ ഫ്രീഡവും പോയി. സിദെക്കീയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എന്റെ മക്കളെ അവരുടെ മുമ്പിൽ വെച്ച് കൊന്ന് 24 വർഷം യിരെമ്യാവ് പ്രവചിച്ചു ഇസ്രായേലിനോട്: റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ. ദൈവത്തിലേക്ക് തിരിച്ചു വരിക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. എന്റെ സഹോദരങ്ങളെ, നമ്മളെ വിരൽ ചൂണ്ടുന്ന ഒരു മെസ്സേജോ തിരിച്ചു വരാനുള്ള ഒരു മെസ്സേജോ മടങ്ങി വരവിനുള്ള ഒരു മെസ്സേജോ ഇന്ന് ഏറിയ പങ്ക് ആളുകൾക്കും ഇഷ്ടമല്ല. അവർ പറയും, ഓ, ആ പാസ്റ്ററുടെ പ്രസംഗം മൊത്തം കുറ്റം വിധിക്കുന്നതായിരുന്നു. അവര് പോളിഷ് ചെയ്യുന്ന മെസ്സേജാണ് ഇന്ന് ആളുകൾക്ക് ഇഷ്ടം. ഇന്ന് ഒരു മഹാസമ്മേളനം നടന്നാൽ നിങ്ങൾ കേൾക്കുന്നത് ഏറിയ പങ്കും ദൈവവചനമാണോ? അല്ല. എങ്ങനെ സാഹസികമായ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഒരാൾ രോഗി സൗഖ്യമായതിന്റെ കാര്യം കേൾപ്പിക്കാൻ പറ്റും? ഒരു ക്യാൻസർ മാറിയ കാര്യം കേൾപ്പിക്കാൻ പറ്റും? അത്ഭുത സിദ്ധികൾ ഉള്ള ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് എത്ര ഹൈലി പെർഫോമൻസിലൂടെയാണ് ആളുകളെ പ്രസന്റ് ചെയ്തത്. ആ പ്രഭാഷകൻ അവിടുത്തെ ദൈവമായി മനുഷ്യരുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു പോകുന്ന മനുഷ്യ ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ, സെമി ഗോഡ്സിന്റെ പ്രസന്റേഷൻ അല്ലേ ഇന്ന് ഏറിയ പങ്ക് നടക്കുന്നത്? നിങ്ങൾക്കറിയാമോ, സൗത്ത് കൊറിയയിൽ സിയോളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ ബില്ലി ഗ്രഹാം താൻ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ കൂടി വന്ന ജനം 11 ലക്ഷം ആളുകളായി. 11 ലക്ഷം ആളുകൾ. തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദൈവവചനം കേൾക്കാൻ വന്നത് അത് സൗത്ത് കൊറിയയിലെ സിയോളിലായിരുന്നു. 1.1 മില്യൺ ആളുകളായിരുന്നു അവിടെ ദൈവവചനം കേൾക്കാൻ കടന്നത്. ദൈവപുരുഷനായിരുന്ന റെയ്നാർഡ് ബൊങ്കെ, അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ചു വളർന്ന ആളാണ്. അമേരിക്കയിൽ വന്നതിന് ശേഷം ഇംഗ്ലണ്ടിൽ പോയി ദൈവവചനം പഠിച്ചിട്ട് തൻ്റെ 25-ാമത്തെ വയസ്സിൽ തൻ്റെ ഉള്ളിൽ വലിയ ആത്മഭാരമുണ്ടായി. ആഫ്രിക്കയെ രക്തം കൊണ്ട് കഴുകുന്നത് താൻ കണ്ടു. 10-ാമത്തെ വയസ്സിൽ താൻ അഭിഷേകം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത നിയോഗം അനുസരിച്ച് താനെ തൻ്റെ ഹോൾ ലൈഫ് ചില വർഷങ്ങൾ 5-6 വർഷം ഇംഗ്ലണ്ടിൽ ശുശ്രൂഷിച്ചതിന് ശേഷം ആഫ്രിക്കയെ കുറിച്ചുള്ള ദർശനമുണ്ടായി. അദ്ദേഹം ആഫ്രിക്കയ്ക്ക് പോകാനിടയായി. അദ്ദേഹം ആഫ്രിക്കയിൽ ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ആരംഭത്തിൽ ഒരു വലിയ കാര്യങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ കാര്യമായി നടന്നില്ല. അനേക പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോകാനിടയായി. അനേക പോരാട്ടങ്ങളിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ ധാരാളം വേദനകൾ, ധാരാളം മുറിവുകൾ, ധാരാളം പ്രയാസങ്ങൾ എല്ലാം തൻ്റെ ജീവിതത്തിൽ നേരിടുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരിക്കൽ തന്നോട് ദൈവം പറഞ്ഞതനുസരിച്ച് താൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആത്മാക്കൾ വരാൻ തുടങ്ങി. ഒരിക്കൽ ക്രൂസൈഡ് നടക്കുമ്പോൾ തൻ്റെ ക്രൂസൈഡിലുള്ള ടെന്റ് മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് ചുഴലിക്കാറ്റിൽ പോയി. സ്തോത്രം. റെയ്നാർഡ് ബൊങ്കെ വളരെ ദുഃഖിതനായി മാറി. കർത്താവേ, അമ്മയെ വളരെ ത്യാഗം സഹിച്ചും വളരെ കഷ്ടപ്പെട്ടും ഞാനെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ടെന്റ് പൊളിഞ്ഞു പോയല്ലോ. വേദനയോടെ താൻ ദൈവസന്നിധിയിൽ കരയുമ്പോൾ കർത്താവ് തന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ബൊങ്കെ, ഇനി ഈ ടെന്റ്
അതേ ശത്രു ചുഴലിയടിച്ച് പൊളിച്ചു കളഞ്ഞെങ്കിൽ ഇനി ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത മഹാപുരുഷാരത്തെ ഞാൻ നിന്റെ വചനം കേൾക്കാൻ കൊണ്ടുവരും. നോക്കുക, നിങ്ങൾ കാണുന്നത് റെയ്നാട് ബൊങ്കയുടെ സർമൺ കേൾക്കാൻ കടന്നു വന്ന ലക്ഷക്കണക്കിന് ആളുകൾ. ജീവിതത്തിൽ ട്രാജഡി സംഭവിക്കുമ്പോൾ, ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്റെ അതിര് വിശാലമാക്കാൻ വേണ്ടിയാണ്. അമ്മേ, ശത്രു കാറ്റടിപ്പിച്ച് ചിലത് തകർത്ത് കളയുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജനത അമേൻ വിടിവിക്കപ്പെടാനാണ്. ആഫ്രിക്കയിൽ ഈ കാണുന്നത് നിരവധി സ്ഥലങ്ങളിൽ ദൈവം തന്നെ ക്രൂസൈഡിൽ ഉപയോഗിച്ച മേഖലകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 9 കോടി 30 ലക്ഷത്തോളം ആളുകളാണ് സ്നാനക്കടവിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. 9 കോടി 30 ലക്ഷമല്ല, 9 കോടി 90 ലക്ഷം ആളുകളാണ് ദൈവകൃപയിലേക്ക് കടന്നു വരുവാനിടയായത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ താഴ്മയോട് പറയട്ടെ, ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവ വചനത്തിന്റെ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ വചനത്തിന്റെ എതിരാളിയായി, ദൈവവചനം എസ്പെഷ്യലി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുടെ ശത്രുവായി തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതായി നാം ദൈവവചനത്തിൽ വായിക്കുന്നു. സ്തോത്രം. നിങ്ങൾ വായിക്കണം, അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗം 26-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ കുറിച്ചു വെക്കണം. 10 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, 13-14 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, താനെ ഒരുപാട് ദോഷം ചെയ്യാൻ ആഗ്രഹിച്ച് ഒത്തിരി പ്രവർത്തിച്ചു. പക്ഷേ തന്റെ പ്ലാനൊക്കെ കുറെ വിജയിച്ചല്ലേ. കാരണം മാൻ പവർ ഉണ്ട്, മണിയുണ്ട്, റോമൻ പൗരനായതുകൊണ്ട് അതോറിറ്റി ഉണ്ട്, പരീശനായതുകൊണ്ട് റിലീജിയസ് സപ്പോർട്ടും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, കുറിച്ചു വെച്ചോണം. ഒന്ന് മാൻ പവർ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫണ്ടുണ്ട്. ഹി വാസ് എ റിച്ച് മാൻ. അദ്ദേഹം വലിയ ധനികനായ മനുഷ്യനായിരുന്നു, കപ്പലുകളുടെയൊക്കെ ഉടമയായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റോമൻ പൗരനാണ്, അപ്പൊ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പരീശനാണ്, റിലീജിയസ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്നും ലോകത്തിൽ നടക്കുന്ന പലയിടത്തും ഇത് തന്നെയല്ലേ, റിലീജിയസ് ഇൻഫ്ലുവൻസ് കൊണ്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലേ. റോമൻ പൗരന്മാരാകുമ്പോൾ ആ ഒരു പട്ടാള ഇൻഫ്ലുവൻസ് കൊണ്ട്, എന്തെല്ലാം മേഖലയിൽ പിന്നെ ഫണ്ടും കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. എത്രയോ സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രാണഭയത്തിലായ സമയങ്ങളുണ്ടെന്നറിയാം. നാളെയുടെ പ്രഭാതം ഉണരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാതെ ജീവിച്ച ധാരാളം മിഷൻ ഫീൽഡുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നതും നമ്മളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതുമായ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് തിരുവെഴുത്തിൽ കാണുന്ന പോലെ, സ്തോത്രം, നഷ്ടങ്ങളോ ജീവിതത്തിലെ തകർച്ചകളോ ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക തകർച്ചകളോ തലമുറ നിമിത്തമോ ജീവിത പങ്കാളികൾ നിമിത്തമോ രക്തബന്ധം നിമിത്തമോ കുടുംബാംഗങ്ങൾ നിമിത്തമോ ഒക്കെ ഉണ്ടായ ക്ലേശങ്ങളോ ഒന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും വലിച്ചു മാറ്റാൻ കഴിയത്തില്ല. നന്ദിയോടെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒത്തിരി സ്തോത്രം ചെയ്യണം. തിരുവായി കൊണ്ട് അരുളി ചെയ്ത ദൈവം തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നിടം വരെ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണുവോൾ നിങ്ങൾക്ക് യാതൊരു ദോഷം ഭവിക്കയില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലും ബുക്കിലും എഴുതി വെക്കണം. എന്നോട് വാക്ക് പറഞ്ഞ മനുഷ്യനല്ല, എന്നോട് വാക്ക് പറഞ്ഞ ദൈവമാണ്. അതുകൊണ്ട് ധാരാളം വധഭീഷണികൾ എനിക്കുണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ ഞാൻ ഒരു മെസ്സേജ് തയ്യാറാക്കി ഒരു ദേശത്ത് പോകാൻ വേണ്ടി, പിറ്റേന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ മെസ്സേജ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, വേഗം കതവും ജനലുകളും മുഴുവൻ അടയ്ക്കുക, നിന്റെ ജീവിത പങ്കാളിയെ വേഗം വിളിക്കുക, വിളിച്ചിട്ട്
അവരെ മുഴുവൻ, അവിടെയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വിളിച്ച് കട്ടിലിന്റെ കീഴിൽ കയറ്റി നീ അവിടെ ഒളിക്കാം. സ്തോത്രം. കർത്താവ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വൈഫിനെ വിളിച്ചു, മക്കളെ നീ കിച്ചൺ പെട്ടെന്നെല്ലാം നിർത്തിയിട്ട് ജനലുകൾ വേഗം അടയ്ക്കുക, കഥകൾ വേഗം അടയ്ക്കുക. സ്തോത്രം. കുഞ്ഞുങ്ങളെയും കൊണ്ട് കട്ടിലിന്റെ കീഴിൽ കയറ്. സ്തോത്രം. ഞങ്ങൾ കട്ടിലിന്റെ കീഴിൽ കയറി. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. മനസ്സിൽ ഹെവിയായി ദൈവം തോന്നിപ്പിച്ച കാര്യമാണ്. സ്തോത്രം. എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാനാ പറഞ്ഞത്. എല്ലാ ലൈറ്റും, വെളിയിലത്തെ അകത്തെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് ഞങ്ങൾ ഇരുട്ടത്ത് കാട്ടിലിന്റെ കീഴിയിരിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് അബദ്ധമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. സൗരങ്ങളെ, ദൈവനിയോഗം ഒരിക്കലും ബുദ്ധിയുടെ തുലാസിൽ തൂക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാനിടയായി തീർന്നു. ആ കാര്യം ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. കാര്യം പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിൽ എനിക്ക് ഇരിക്കണമെന്ന് വളരെ നിർബന്ധം എനിക്കുണ്ട്. വിജയകരമായ ശുശ്രൂഷയ്ക്കുള്ള 25 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് തോന്നുന്നു. ഓക്കെ, അത് നിങ്ങളൊന്ന് വായിച്ച് വിടണം. ഓക്കെ, എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചാട്ടെ. വചനധ്യാനം മാറ്റുക. എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് വായിക്കണേ. ദൈവിക അധികാരം വിലക്കുന്ന എല്ലാത്തിനും നിർമ്മല മനസാക്ഷി കാലഘട്ടത്തെ വിവേചിക്കുക. ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുക. കർത്താവേ കഷ്ടതയിൽ ദൈവോദ്ദേശം തിരിച്ചറിയുക. പ്രാപിച്ച് പ്രസംഗിക്കുക. വ്യർത്ഥ സംസാരം ഒഴിവാക്കുക. എല്ലാ കാര്യത്തിലും ഇടപെടാതിരിക്കുക. പ്രതിഫല ചിന്തയോടെ പ്രവർത്തിക്കാതിരിക്കുക. ദൈവത്തിന്റെ പക്ഷത്തെ വ്യക്തിപരമായ ജയിക്കുക. ആത്മനിയോഗം ബുദ്ധിയുടെ തുലാസിൽ തൂക്കരുത്. നിയോഗമില്ലാത്ത യാത്ര ആത്മനിയോഗം തൂക്കരുത്. അവഗണിക്കരുത്. മറുപടി പറയാതിരിക്കുക. അപ്പോൾ നമ്മൾ ആത്മനിയോഗം ബുദ്ധിയുടെ തുലാസിൽ തൂക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞത് അനുസരിച്ച് വേഗം ഞാൻ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും കൂട്ടി വേഗം കട്ടിലിന്റെ കീഴിൽ കയറി. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അനങ്ങുന്നില്ല. ഇളയ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് ഇന്നൊക്കെ ഒരു
5 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായി പറയുന്നു. 26 വർഷത്തോളമായി തോന്നുന്നു. ഡോറിൽ ശക്തമായി മുട്ടുകയാണ്, തുറക്ക് 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 തുറക്ക്. ഒരാൾ വെളിയിൽ നിന്ന് പറയുന്നുണ്ട്, അവരിവിടെ ഉണ്ട്. 10 മിനിറ്റിന് മുമ്പേ ഇവിടെ ഉണ്ട്. തുറക്ക് പാസ്റ്റേ, കതവ് തുറക്ക് പാസ്റ്റേ. ഞാൻ തുറന്നില്ല. പുറകിൽ കൂടെ ഒരു സ്റ്റെയർ ഉണ്ട്. അവർ കയറിയിട്ട് പാരപ്പറ്റിയിൽ ഇറങ്ങി ആ വെന്റിലേഷൻ വഴി അവർ ലൈറ്റ് അടിച്ചു നോക്കുക. ഇപ്പോഴാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, വലത് സൈഡിലുള്ള കട്ടിലിന്റെ കീഴിൽ വേണം കിടക്കാൻ. അപ്പോൾ അതിന്റെ മുകളിലുള്ള വെന്റിലേഷനിൽ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ റൂമിലേ കാണത്തുള്ളൂ. ചുറ്റുവട്ടം എല്ലാം മേളിൽ കൂടെ പോയി നോക്കി, ഒന്നും കാണാൻ പറ്റി. കുറച്ചു നേരം കഴിഞ്ഞ് അവരെല്ലാം ഇങ്ങനെ 8 പേരുടെ കാൽ ഒച്ച കേൾക്കാം, സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. വന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പറയുന്നു, 10 മിനിറ്റിന് മുമ്പ് അവരിവിടെ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. 2 ഓട്ടോറിക്ഷ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അവർ കയറി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഹേമം. പെട്ടെന്ന് നീ ഇറങ്ങി ഒരു ജനലിന് ഹോളുള്ള ഒരു ജനല്, അല്പം ഇടവുള്ള ആ ജനലിന് ഇടുക്കി കൂടെ നീ നോക്ക എന്ന് പറയുമ്പോൾ പുറകിൽ പോകുന്ന ആള് വടിവാണ് ആമേ പുറകിലോട്ട് ഇറക്കുകയാണ്. എൻ്റെ വാത്സല്യ സാധനം. സ്തോത്രം. ശത്രു എവിടെയൊക്കെ പാളയം ഇറങ്ങിയാലും എന്തെല്ലാം പ്ലാൻ സംഘടിപ്പിച്ചാലും സ്വർഗത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. കൊല്ലത്തൊരു ദേവദാസിന്റെ അവിടെ ഞാൻ പോയി 1.5 ആഴ്ച ഒളിച്ചു പാർത്ത സമയം. പല സന്ദർഭങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വധഭീഷണിയിൽ നിന്ന് ദൈവം മോചിപ്പിച്ച കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. നാളെ രക്തസാക്ഷിയാകണമെന്നുള്ള കർത്താവിന്റെ ഇഷ്ടമാണെങ്കിൽ അത് തടയപ്പെടണ്ട, അങ്ങനെ ആയിക്കൊള്ളട്ടെ. സ്തോത്രം. നാം നമ്മുടെ സുഖത്തിനും നമ്മുടെ നേട്ടത്തിനും നമ്മുടെ ധനമഹിമയ്ക്ക് വേണ്ടി അല്ലല്ലോ കർത്താവ് നമ്മളെ വിളിച്ചത്. സ്തോത്രം. കപ്പലിൽ തുടങ്ങി പുതപ്പിലും പുസ്തകത്തിലും ചർമ്മ ലിഖിതങ്ങളിലും അവസാനിച്ച ആ നാഥന്റെ സാന്നിധ്യം അല്ലേ നമ്മുടെ ജീവിതത്തിൽ എക്കാലവും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവഹിതം വിട്ട് നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഒരു നാളും നമുക്ക് കഴിയില്ല. ഞാൻ താഴ്മയോട് പറയട്ടെ കർത്താവിന്റെ സഹോദരങ്ങളെ, ദൈവ ഇഷ്ടത്തിന് വിരോധമായി നമ്മളിലുള്ള എല്ലാ ഇഷ്ടങ്ങളെയും ക്രിസ്തുയേശുവിൽ പിടിച്ചടക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ നോട്ടം കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും നമ്മുടെ സംസർഗം കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും നമ്മുടെ സമീപനം കൊണ്ടും എല്ലാ മേഖലയിലും കർത്താവിന് പ്രസാദമുള്ളവരായി തന്നെ നിലനിൽക്കാനുള്ള ഏറിയ ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇന്ന ദിവസം അവിടെ ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, അവിടെ 2 ഓട്ടോറിക്ഷയിൽ കുറച്ച് പേര് കണ്ണൂരിൽ നിന്ന് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ണൂര് കേന്ദ്രമാക്കി മലബാറിൽ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടുന്ന് ഒരു ടീം വന്നായിരുന്നു പാസ്റ്ററിനെ കാണാൻ. എന്തായാലും നിങ്ങൾ അവിടെ ഇല്ലാതിരുന്നത് കാര്യമായി. ഞാനും അറിഞ്ഞില്ല. പക്ഷേ പൊന്നു പാസ്റ്ററെ, അവർ വടിവാളെടുത്ത് അവരുടെ ഇടിപ്പൂട്ടി അവരുടെ ബാക്കിൽ വെക്കുമ്പോഴാണ് ഞാനും പേടിച്ചു പോയി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നാം അറിയാതെയാണെങ്കിലും എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പ്രാണനും ഒരുപക്ഷെ സുവിശേഷ വിരോധികളാൽ അല്ലെങ്കിൽ പോലും എത്രയോ കൊടിയ അനർത്ഥങ്ങൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഒഫീഷ്യൽ സ്ഥാനങ്ങളിൽ ഉള്ള മിസ്റ്റേക്കുകളിലൂടെ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ ഒക്കെ തകർന്നു പോകാമായിരുന്നില്ലേ? ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സൂക്ഷിക്കുകയും ചെയ്ത ആ കരുണ എത്ര വലിയതാണ്. നനഞ്ഞ കണ്ണുകളോടെ നമുക്ക് ധാരാളം സ്തുതിപ്പാൻ അവസരങ്ങളുണ്ടല്ലോ. ആമേ. നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ആ സ്നേഹവാനായ ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവ് സകല മനുഷ്യരെയും വിളിച്ചു വരുത്തുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. എന്തിനാ? ആരാധനയ്ക്ക് വേണ്ടി. ഇന്ന് രാവിലെ നമ്മൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്.
കർത്താവ് പൗലോസിലൂടെ പറയുവാനിടയായി തീർന്നത് അതെ, നാം അതെ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ കർത്താവിന്റെ നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അതെ, നമ്മൾ ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ, ഉണരുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി കൂട്ടായ്മ ഒരിക്കലും മുടക്കരുത്. ചില കുഞ്ഞുങ്ങൾ പറയും, എനിക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ താല്പര്യമില്ല. പല റീസൺ അവർക്കുണ്ട്, ശരിയാ. എന്നാൽ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ തോന്നത്തുള്ളൂ. എഴുതി വെച്ചോളൂ. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്താണ്? ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്തിനാണ് കൂട്ടായ്മയ്ക്ക് പോകുന്നത്? ദൈവത്തെ ആരാധിക്കുവാനാണ് നാം കൂട്ടായ്മയ്ക്ക് പോകുന്നത്. ഈ ആരാധനയിൽ എന്താണ് നടക്കുന്നത്? ശരിയായ നിലകളിൽ പറഞ്ഞാൽ ആരാധനയിൽ നടക്കേണ്ടത് എന്താണ്? സ്തോത്രം, ദൈവഹിതം അനുസരിച്ച് വേണം നാം ദൈവത്തെ ആരാധിക്കാൻ. നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ മനസാക്ഷിയും എല്ലാം ഈ ആരാധനയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്തുതിയും ബഹുമാനവും ആരാധനയും നന്ദി പറച്ചിലും അനുസരണവും എല്ലാം ഈ ആരാധനയിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? അനുസരണം, സ്തുതി, ബഹുമാനം, ആരാധന, നന്ദി പറച്ചിൽ, ഇതെല്ലാം ആരാധനയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും ആരാധനയ്ക്ക് വരുമ്പോൾ എന്തെല്ലാം അലക്ഷ്യതയിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുവാനുള്ള ഫാഷൻ ഷോ പ്ലാറ്റ്ഫോം അല്ല ആരാധന സ്ഥലം. ചില ആളുകളുണ്ട്, സെയിം സാരി നീ എടുത്തുകൊണ്ട് വരണേടി, അല്ല നീ സെയിം ചുരിദാർ ഇട്ടുകൊണ്ട് വരണേ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. ഇവര് തന്നെ എന്ത് ചെയ്യും? ഒരേ സ്ഥലത്തിരിക്കും. സ്തോത്രം. സഹോദരങ്ങളെ, തിരിച്ചറിയണം, ആരാധനയിൽ നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുള്ള ആരാധന. ഈ ആരാധന എവിടുന്നാ വരേണ്ടത്? ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. അത് സമ്പൂർണമായ മനസ്സിൽ നിന്നും, സമ്പൂർണമായ ആത്മാവിൽ നിന്നും, സമ്പൂർണമായ ശക്തിയിൽ നിന്നും, സമ്പൂർണമായ ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ്. എന്തൊക്കെയാണ്? അത് ആരാധന ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. ആ ആരാധന പൂർണ്ണ മനസ്സിൽ നിന്ന് വരണം, പൂർണ്ണ ആത്മാവിൽ നിന്ന് വരണം, പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് വരണം, പൂർണ്ണ ശക്തിയിൽ നിന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാധന ഒരിക്കലും കുറച്ച് ചാട്ടവും തുള്ളലും മാത്രമല്ല. എന്തല്ല? കുറച്ച് ചാട്ടവും തുള്ളലും മാത്രമല്ല. ആരാധന ഡിഫറെന്റ് ആയിട്ടുള്ള വേയിൽ നമുക്ക് ആരാധിക്കാം. ദർ ഇസ് നോ ഇഷ്യൂ. കാരണം വൈകാരികമായ കാര്യങ്ങൾ, നമുക്ക് സന്തോഷം കൂടുമ്പോൾ നമുക്ക് സ്പീഡ് കൂടും. അതൊരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ആരാധനയിൽ നമുക്ക് കൈയടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. മെത്തേഡ് ഓഫ് വർഷിപ്പ്. നിങ്ങൾക്ക് സെമിനാരിയിൽ വർഷിപ്പ് ആൻഡ് പ്രീച്ചിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി അതിലേക്ക് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ആനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും. എന്നാൽ ഈ 40 ഡേയ്സിന്റെ ഈ വർക്ക്ഷോപ്പിൽ അതെ നിങ്ങളായിരിക്കുമ്പോൾ ഒരു ചെറിയ അവയർനെസ് ഉണ്ടാകേണ്ടതിന് വേണ്ടി മാത്രം ഞാനത് പറയുകയാണ്. ഒന്ന്, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കും. സങ്കീർത്തനം 47:1. മറ്റൊന്ന്, കരങ്ങൾ ഉയർത്തി. ഞാൻ പറയുന്ന റെഫറൻസ് നിങ്ങൾ കുറിച്ചെടുക്കുക. വേദത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് കൊണ്ട്. സാംസ് 47:1. കൈയടിച്ച് ദൈവത്തെ വേണേ ആരാധിക്കാം. 2, കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. സങ്കീർത്തനം 28:2, 134 സങ്കീർത്തനം 2, വിലാപങ്ങൾ 3:41. അപ്പോൾ അത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയത്തെയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനെയാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ആരാധിക്കുമ്പോൾ എന്താണ്? അതൊരു ആഘോഷം, അതൊരു സന്തോഷത്തിന് സൂചനയും കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കൈ മലർത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുണ്ട്. മൂന്നാമതായി 141 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നു, കൈകളെ ദൈവസന്നിധിയിൽ മലർത്തുന്നതിന്റെ അർത്ഥം എന്താണ്? സംടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൈ മലർത്തി കാണിക്കാറുണ്ട്. കർത്താവേ, അത് സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പ്രദർശനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇറ്റ്സ് നോട്ട് ആൻ ആക്ടിങ് ബട്ട് പ്രസന്റിങ് ടോട്ടലി അവർ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ്. ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ യഹോവേ, ഞാൻ
നിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ധീരനായിരുന്ന നേതാവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം ലോകത്തിലുള്ള മിക്ക സ്ഥലങ്ങളും പോയി വെട്ടിപ്പിടിച്ചു. തന്റെ യുദ്ധക്കൊതി തീരാഞ്ഞിട്ട് സമുദ്രത്തെ നോക്കിയിട്ട് താൻ വെല്ലുവിളിച്ച സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹേ സമുദ്രമേ, നീ കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും പിടിച്ചടക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കൊതു കടിച്ചാണ് മലമ്പനി ബാധിച്ച് പുള്ളി മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മരിക്കുമ്പോൾ എൻ്റെ ശവപ്പെട്ടിയുടെ 2 സൈഡിലും 2 ഓട്ടയിട്ടേക്കണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ 2 കൈകളും തുറന്ന് വെളിയിലേക്ക് ഇടണം. എന്നിട്ട് എഴുതി വെക്കണം, ഇത് മഹാനായ അലക്സാണ്ടർ വെറുങ്കയോട് തിരിച്ചു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൈകളെ മലർത്തുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ സറണ്ടർ ചെയ്യുകയാണ്. സ്തോത്രം. ഒരു സബ്മിഷനായും ഒരു സ്നേഹത്തിന്റെ പ്രദർശനമായിട്ടുമാണ് കാണുന്നത്. 4ാമത്, സ്തോത്രം അർപ്പിച്ചുകൊണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. 95-ാം സങ്കീർത്തനം 2-ാം വാക്യം. 5ാമത്തെ പ്രത്യേകത, ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായി കഴിയും. സങ്കീർത്തനം 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളെല്ലാം അവസാനിക്കുന്നതും തുടങ്ങുന്നതുമെല്ലാം അതേ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള സങ്കീർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന്, നമുക്ക് ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദെൻ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. സാംസ് 150 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് കിന്നരം വായിച്ചും ഒക്കെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വീണയും കിന്നരുമായുള്ള ഉപയോഗ സ്തുതിപ്പീൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. താനെ വായിച്ചപ്പോഴാണ് ശൗലിന്റെ പേരുള്ള ദുരാത്മാവ് പോയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കംപ്ലീറ്റ്ലി ഒന്നും പോയില്ല അല്ലേ? കൂടെ കൂടെ വരുമ്പോൾ കൂടെ കൂടെ വായിക്കണമായിരുന്നു. അതതിന്റെ വേറൊരു കാര്യമാണ്. ദെൻ മുട്ടുകുത്തി ആരാധിക്കാൻ നമുക്ക് 95-ാം സങ്കീർത്തനം 6-ാം വാക്യം, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച പാറയുടെ മുമ്പിൽ മുട്ടുകുത്തുക. മറ്റൊരു ആരാധന രീതിയാണ് സാഷ്ടാംഗം വീണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. 34-ാം പുറപ്പാട് പുസ്തകം 34-8. പിന്നെ പാട്ടുകളോടെ ആരാധിക്കാൻ കഴിയും. 98-ാം സങ്കീർത്തനം 1-ാം വാക്യം, 100-ാം സങ്കീർത്തനം 4-ാം വാക്യം. സ്തോത്രം. പിന്നെ നൃത്തം ചെയ്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. സങ്കീർത്തനം 149-3, 150-4, പുറപ്പാട് 15-20, 2 ശമൂവേൽ 6-14. ഐ റിപ്പീറ്റ്, നൃത്തം ചെയ്ത് ആരാധിക്കാം. 149-ാം സങ്കീർത്തനം 3-ാം വാക്യം, 150-ാം സങ്കീർത്തനം 4-ാം വാക്യം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യം, 2 ശമൂവേൽ 6-ാം അധ്യായം 14-ാം വാക്യം. അപ്പൊ നമ്മള് ഏതാണ്ട് 11ഓളം അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, 10-ലധികം രീതിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പക്ഷെ ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന എന്താണ്, കുറെ മ്യൂസിക് ബാൻഡും എല്ലാം കൂടെ വെച്ച് ആരാധിക്കാൻ ആർക്കും പറ്റുകയില്ല. ഒരു ടീമിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് ചാട്ടമാണേ ചാട്ടം, തുള്ളലാണേ തുള്ളൽ, നൃത്തമാണേ നൃത്തം, എന്തുവാണേലും തല്ലിക്കൂട്ടിയേച്ച് അവർ പോകും. പിന്നെ പ്രസംഗിക്കാൻ നേരെ അവർ സ്റ്റേജിലും കാണത്തില്ല. പിന്നെ അവരെവിടെയും പോയി മാന്തിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ട് സൗരങ്ങളെ? ആരാധന എന്ന് പറയുന്നത് അതല്ല. സൈറ്റനിക് വർഷിപ്പ് ആയിട്ടുള്ള ചെയ്യുന്ന ആളുകള് സാത്താന്യ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാത്താന്യ സഭയെക്കുറിച്ച്. അതൊക്കെ അമേരിക്കയിലാണ് ആദ്യം സൈറ്റനിക് ചർച്ച് ഉണ്ടാകുന്നത്. അവരുടെ ഉപദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനും ക്രിസ്ത്യൻ ഡോക്ടറിനും ട്രഡീഷനും എതിരായി നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡാണ് ബ്ലാക്ക്. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ആരാധനാ സ്ഥലങ്ങളിലുള്ള പല കൊയറിലെ കുഞ്ഞുങ്ങളും അവര് കൂടുതൽ വേറിയാൻ ആഗ്രഹിക്കുന്ന ബ്ലാക്ക് ഡ്രസ്സ്. വഴക്ക് പറഞ്ഞാൽ അപ്പനെ ഇടിക്കും. പണ്ട് കാനവച്ചൻ അമേരിക്കയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനോട് വല്യപ്പച്ചൻ പറഞ്ഞു, പ്രൈസലോ, എന്റെ പൊന്നച്ചോ, ഞാൻ എങ്ങനെയും നാട്ടിൽ പോകാൻ അങ്ങ് തിടുക്കം കൂട്ടുക. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്നാ പറ്റി? പ്രൈസലോ, ഈ റെസ്ലിംഗ് കാണുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, മക്കളെ, ഇതൊക്കെ അപ്പനെയും അമ്മയൊക്കെ എടുത്തിട്ട് ഇടിക്കാൻ നിങ്ങൾക്ക് കലി വരുമ്പോ പ്രേരണ വരും.
അതുകൊണ്ട് മക്കൾ ഇതൊന്നും കാണല്ലേ, നല്ല കാര്യങ്ങളൊക്കെ കാണാവേ എന്ന് പറഞ്ഞപ്പം 2 പിള്ളേരോട് എന്നെ എടുത്തിട്ട് അങ്ങ് ഇടിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ കാര്യമൊക്കെ നേരെ തിരിഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉപദേശിച്ചാൽ അന്നേരെ അപ്പനെ തെറി പറയുന്ന ഒരു ലോകം, അമ്മയെ തെറി പറയുന്ന ഒരു ലോകം, മക്കൾ തെറ്റായ മോശമായ ഭാഷാ ശൈലികൾ ഉപയോഗിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനാണ് നെഹമ്യാവ് ജനത്തെ കൂട്ടിയത്? ആഫ്റ്റർ 70 yearsന് ശേഷമാണ് ഈ ജനം ദൈവസന്നിധിയിലേക്ക് വരുന്നതെന്ന് ഓർക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് നെഹമ്യാ മുഖാന്തരം 24 വർഷം ഒറ്റ ഒരു ആലോചന തന്നെയാ കൊടുത്തു വന്നത്. എന്താ? നിങ്ങൾ തിരിച്ചുവാ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവാ. ഇത് കേൾക്കുമ്പോ അവർക്ക് അരിശമായി. എന്താ കാര്യം? അവർ പറഞ്ഞു, ഞങ്ങൾ വാഗ്ദത്ത ദേശത്താണല്ലോ, ഞങ്ങളുടെ നടുവിലാണല്ലോ യഹോവയുടെ ആലയം, ഞങ്ങൾ അവന്റെ ജനമാണല്ലോ. പിന്നെ എവിടെയാ? അവരുടെ ദുർമാർഗം വിടാൻ അവർ തയ്യാറായില്ല, അവരുടെ കപടഭക്തി വിടാൻ അവർ തയ്യാറായില്ല, അവരുടെ ദുഷ്ടത വിടാൻ അവർ തയ്യാറായില്ല, അവരുടെ മ്ലേച്ഛത വിടാൻ അവർ തയ്യാറായില്ല. അവർ ദൈവവചനത്തോടുള്ള ബഹുമാനം അവർക്കില്ലാതെ പോയി. അവർ ദൈവത്തിന്റെ യാഗങ്ങളെ അലക്ഷ്യമാക്കി. അവർ വിഗ്രഹ ആരാധനയിലേക്ക് തിരിഞ്ഞു. അവർ ധനവും സമ്പത്തും അതാണ് അവരുടെ ആഗ്രഹമായി തീരത്തക്കവണ്ണം സമൃദ്ധിയുടെ ദേവനായ ബാലിന്റെ പുറകെ പോയി, അശേരയുടെ പുറകെ പോയി. കാര്യം എന്താ? എങ്ങനെയും ഒന്ന് സമ്പാദിക്കണം, എങ്ങനെയും എന്തേലും ഒന്ന് ഉണ്ടാക്കണം, എന്തേലുമൊക്കെ നേടണം. ദൈവത്തെ കൂടാതെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങൾ. പിന്നത്തേതിൽ അവർക്കുള്ള സകല നന്മകളും നഷ്ടമായി. അവർ വെട്ടിയിട്ടില്ലാത്ത കിണറും പണിതിട്ടില്ലാത്ത വീടും നട്ടിട്ടില്ലാത്ത തോട്ടവുമാണ് ദൈവം അവർക്ക് അവകാശമായി നൽകിയത്. സഹോദരങ്ങളെ, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. വാസ്തവത്തിൽ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ എഡ്യൂക്കേഷൻ കൊണ്ടോ നിങ്ങളുടെ കോളേജിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഒരു പരിധിയിൽ നിങ്ങൾ അവിടെ ആയിരിക്കുന്നത്. കരുണയുള്ള ദൈവം, സ്നേഹവാനായ ദൈവം, വാട്ട് എ മെർസിഫുൾ ഗാഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലീലാമ്മ സിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് പറയുകയായിരുന്നു, 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്, പ്രൈസ് ലോർഡ്, അമേരിക്കയിൽ നിന്ന് 64-ാമത്തെ വയസ്സിലാണ്, 65-ാമത്തെ വയസ്സിലെങ്ങാനാണ് അവർ BEd അവിടെ പോയി വീണ്ടും എടുത്തത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം, ഏത് പ്രായത്തിലാണെങ്കിൽ there is no age limit for education. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ 56-ാമത്തെ വയസ്സിലാണ് ഞാൻ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രോഗ്രാം അമേരിക്കൻ കോഴ്സ് പഠിക്കാനായിട്ട് കോളേജിൽ പോയി ചേർന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്താഗ്രഹിക്കുന്നത്, ഏത് വിധത്തിലുള്ള പഠനം ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ ട്രെയിനിങ്ങുകൾ ആഗ്രഹിക്കുന്നത്? നീഡ് നോട്ട് ടു വറി. അവിടെ ദൈവം തന്നോളും. ചില ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? എൻ്റെ വേദ വിദ്യാർത്ഥികളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ദൈവദാസൻ ഇരുന്നോ, മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. കാര്യം അവർ പറയും, ദൈവങ്ങളെ ഞാൻ ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ എന്തെങ്കിലും എനിക്ക് തരാൻ പറ്റും. അങ്ങനെയല്ല ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്കൊരു പ്രോഗ്രാമിന് ഒരാൾ ബുക്ക് ചെയ്താൽ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വചനം പഠിക്കണം, ധ്യാനിക്കണം, വായിക്കണം, പഠിക്കണം. എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചത് കഴിഞ്ഞ ദിവസം? പ്രൈസ് ലോർഡ്. 10 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫെയ്ത്തിനെ കുറിച്ചായിരുന്നു. നമ്പർ 1, ആ ഒന്നാമത്തെ കാര്യത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എന്ന്? റീഡ് ദ ബൈബിൾ, മെഡിറ്റേറ്റ് ദ ബൈബിൾ ആൻഡ് സ്റ്റഡി ദ ബൈബിൾ. ഈ 3 കാര്യം ആ ഫെയ്ത്തിന്റെ 3 കാര്യങ്ങളിൽ ഒന്നാണ്. 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഫെയ്ത്താണ്. ആ ഫെയ്ത്തിലുള്ള 3 കാര്യങ്ങളാണ്. ഡീപ്പായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചന വായനയാണ്. അത് വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. സ്തോത്രം. രണ്ടാമത് എ കണ്ടിന്യൂസ് പ്രെയർ. അത് പ്രെയർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് വരുന്ന പ്രാർത്ഥിക്കുന്ന പോലല്ല. ദിവസം 7 പ്രാവശ്യം സ്തുതിക്കുമെന്ന് ഒരിക്കൽ ദാവീദ് പറഞ്ഞു. പിന്നീട് കൊട്ടാരത്തിലൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആരംഭത്തിൽ പറഞ്ഞ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചൊക്കെ കരയുന്നു. പിന്നീട് ധ്യാനത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ താമസിച്ചാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഇല്ല. അപ്പൊ നേരം വെളുക്കുമ്പോഴത്തേന് ഫാമിലി പ്രെയറും ഇല്ല, അല്ലെ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ പല ചിട്ടകളും മുടങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥന ജീവിതമാക്കി മാറ്റണം. ഞാൻ പറഞ്ഞു, പ്രേ വൈൽ യുവർ വർക്ക്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രാർത്ഥന ജീവിതം ബിൽഡ് ചെയ്ത് വരണം. അതൊരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല.
അത് മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡെയിലി ലൈഫ്. അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് അതെ ജോലി ചെയ്യുക, പ്രാർത്ഥിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക. ദാറ്റ് മീൻസ് എ കണ്ടിന്യൂ ആയിട്ടുള്ള കണക്ഷൻ വിത്ത് ഗാഡ്. ദൈവമായിട്ടുള്ള ആ ഇന്റിമേസി നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ഏറ്റവും അത്യാവശ്യം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. മൂന്നാമത്തെ ഫെലോഷിപ്പാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവർ മുറികളിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം, മുഴങ്കാൽ ദൈവത്തെ ആരാധിക്കണം. മെത്തേഡ് ഓഫ് 11 മെത്തേഡ് ഓഫ് വർഷിപ്പ് നമ്മളിപ്പോൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. ജസ്റ്റ് നമ്മൾ റെഫറൻസ് നോട്ട് ചെയ്ത് ജസ്റ്റ് കമ്പിവാചകം പോലെ പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ. അതിനെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ദൈവവചനം അത് 23 വർഷം പറഞ്ഞിട്ടും അവരോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവർ വന്നില്ല. ഈ ചില സമയത്ത് ദൈവം നമ്മളോട് സ്നേഹവാനായതുകൊണ്ട് കാലാവധി നീട്ടി പുറകേ വരും. പക്ഷേ നമുക്കറിയാമല്ലോ, നിങ്ങൾക്കാന്നേലും നിങ്ങളുടെ മക്കളോട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ സഖി ഇടുമ്പോൾ നിങ്ങളും വടിയെടുക്കും അല്ലേ? ചില അപ്പന്മാര് ബെൽറ്റ് വരും. അങ്ങനെയൊന്നും അടിക്കല്ലേ കേട്ടോ. സ്തോത്രം. നിങ്ങളൊരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞ പിള്ളേരുടെ മുമ്പിൽ ബെൽറ്റ് ഒന്നും ഊരണ്ട. കാരണം നമ്മൾ ഈ കേരളത്തിലൊക്കെ അങ്ങ് നടക്കും. പക്ഷേ അമേരിക്കയിലാണെങ്കിൽ, ഇംഗ്ലണ്ടിലാണെ അച്ചുമാമയ്ക്ക് അറിയാം അല്ലേ? എനിക്കറിയാം, ഇംഗ്ലണ്ടിൽ 2 ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. സ്തോത്രം. എന്താ? പിള്ളേര് വിളിച്ചതാണ്, ഞങ്ങളെ അടിച്ചു, അപ്പനും അമ്മയും അകത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ജിൻസിക്കൊക്കെ പോകാൻ ഇനിയും താല്പര്യം വരും തോന്നുന്നില്ല. സി, അപ്പൊ നമുക്ക് അവരെ സ്നേഹത്തോട് ഉപദേശിക്കാം. ഇപ്പൊ ജനറൽ എന്ന് പറയുന്ന കാര്യം, ഞാനിപ്പോ ആണാണ് എന്നൊരു പെൺകുഞ്ഞ് പറയുകയാണ്, അത് 7ാമത്തെ വയസ്സിൽ പറഞ്ഞാൽ പിന്നെ പെണ്ണാണെന്ന് പറയാൻ പാടില്ല. അങ്ങനത്തെ നിയമങ്ങൾ ആയിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, രാജ്യത്തിന്റെ നിയമങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ ക്രൈ ഔട്ട് ഫോർ ദ സോൾസ് ഇൻ ദീസ് ലാസ്റ്റ് ഡേയ്സ്. പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കരയണം, ലീഡേഴ്സിന് വേണ്ടി കരയണം. ഒത്തിരി ജനത പ്രാർത്ഥിച്ചിട്ടാണ് 2 പ്രാവശ്യം മരണത്തിന് ഉള്ള ആക്രമണം ഉണ്ടായിട്ടും ട്രംപിനെ ദൈവം നിർത്തിയിരിക്കുന്നു അല്ലേ? പ്രൈസ് ലോർഡ്. ഇന്ന് നിങ്ങളുടെ കയ്യിലായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ബൈബിൾ, നിങ്ങളുടെ കയ്യിലെത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. അത് വില്യം ടെൻഡായിൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, സ്തോത്രം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിയോഗമുണ്ടായിട്ട് എന്നെ 500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ നിയോഗമാണ് ലത്തീൻ ഭാഷയിൽ നിന്ന് അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണം. ആ വിവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ച് താൻ ആ ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി അന്നുള്ള റോമൻ കത്തോലിക്ക പോപ്പിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തോട് കരയാനിടയായി തീർന്നു. ദൈവമേ, ഈ ജനതയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവത്തിന്റെ വചനം കൊടുക്കേണ്ടതിന് എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം നിരന്തരം കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തി. പക്ഷേ പരിഭാഷയ്ക്ക് തന്നാൽ ആവോളം കഠിനപ്രയത്നം ചെയ്തെങ്കിലും ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ആ എതിർപ്പുകളെല്ലാം നേരിട്ടുകൊണ്ട് താനെ ജർമ്മനിയിൽ ചെന്ന് പുതിയ നിയമം പരിഭാഷ ചെയ്ത് അദ്ദേഹം 16,000-ഓളം കോപ്പിയോളം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് അയപ്പാനിടയായിരുന്നു. അച്ഛനമ്മയ്ക്ക് അറിയാമോ? അനേക വർഷങ്ങളായി ഇംഗ്ലണ്ടിൽ താമസിക്കുകയാണല്ലോ. വല്ലതും അറിയാമോ? ആമേൻ. മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ 95 തിസീസുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന ഈ വില്യം ടെൻഡായിൽ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും ദൈവത്തിന്റെ വചനത്തെ ആ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതിൻ്റെതായ ആ ആവശ്യകതയെക്കുറിച്ച് തൻ്റെ ഉള്ളിൽ ശരിയായ ഒരു ബോധ്യം ദൈവാത്മാവ് കൊടുക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് താൻ ഇതിന് ഉള്ള പരിശ്രമങ്ങൾ ചെയ്യാനിടയായി തീർന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പദ്ധതികളെയൊക്കെ കത്തോലിക്ക സഭ നിരോധിച്ച് കിട്ടിയ ബൈബിളെല്ലാം അവർ വാങ്ങി ചുട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീണ്ടും അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം മാറിപ്പോകേണ്ടതായി വന്നു. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തെ പിടിപ്പാനിടയായി തീർന്നു. അദ്ദേഹത്തെ വളരെ നിഷ്കരുണമായി 16 മാസത്തോളം ജയിലിൽ അടച്ചു. അപ്പോൾ ആ സമയത്ത് പഴയ നിയമത്തിന്റെ പുസ്തകങ്ങൾ തർജ്ജിമ ചെയ്യുവാനായി അവിടെ വെച്ചിടയായി തീർന്നു. പിന്നത്തേതിൽ അദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാനിടയായി തീർന്നു.
സ്തോത്രം. ബ്രസീലിൽ അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി ബ്രസീലിലെത്തി. അവിടെ വെച്ച് തന്നെ ഒറ്റിക്കൊടുത്ത് തന്നെ ഒരു തണുത്ത ഇരുണ്ട തടവറയിലാണ് അദ്ദേഹം ആയിരുന്നത്. ആ മങ്ങിയ സ്ഥലത്ത് പോലും ഇന്ത്യയിൽ ഒരു ഹീബ്രു ബൈബിളും നിഘണ്ടു ആവശ്യപ്പെട്ട് പഴയ നിയമം വിവർത്തനം ചെയ്യാൻ തുടങ്ങി. 1536 നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ച് കൊന്നു. സ്തംഭത്തിൽ വെച്ച് അദ്ദേഹത്തെ അതിന്റെ ബോഡി ചുട്ടുകളയുവാനിടയായി തീർന്നു. പക്ഷേ തന്നെ ഞെക്കിക്കൊല്ലുമ്പോൾ താൻ ദൈവത്തോടിങ്ങനെ നിലവിളിച്ചു, ഓ കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിന് സ്തോത്രം. 3 വർഷം കഴിഞ്ഞപ്പോൾ 1539 ഹെൻറി 8 രാജാവ് ഇംഗ്ലണ്ടിലെ സകല പള്ളികളിലും വിശുദ്ധ ബൈബിൾ വെക്കുവാനായി അദ്ദേഹം അനുവദിച്ചു. അങ്ങനെയാണ് കിങ് ജെയിംസ് ബൈബിളൊക്കെ പുറത്തു വരുവാനിടയായി തീർന്നു. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ, മലയാളം ബൈബിൾ ജോൺ ബെയ്ലിയാണ് പരിഭാഷ ചെയ്യുന്നത്. അന്യദേശക്കാരനായ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് നമ്മുടെ ലിപി പഠിച്ച്, ദൈവത്തിന് സ്തോത്രം. ഓ ഹല്ലേലൂയ. നമുക്കറിയാം, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ബൈബിൾ എടുക്കുന്ന റൂബി മാത്യൂസ്, അതുപോലെ കർത്താവിന്റെ ദാസിയുടെ ജീവിത പങ്കാളി മാത്യൂസം കുര്യൻ, അവർ ഗദബ ഭാഷക്കാരുടെ ഇടയിൽ മാത്യൂസം കുര്യൻ സാറാണ് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ നിങ്ങൾക്ക് എടുക്കുന്നത്. സ്തോത്രം. അവര് രണ്ടുപേരും, അദ്ദേഹം ഒരു ജഡ്ജിയുടെ മോനാണ്. അദ്ദേഹം ഒറീസയിൽ പോയി ഗദബ ഭാഷക്കാരുടെ ഇടയിൽ താമസിച്ച് 10 വർഷം. നിങ്ങൾക്കറിയാമോ, 10 വർഷം താമസിച്ചിടത്തും ടോയ്ലറ്റ് ഇല്ലായിരുന്നു, കരണ്ട് ഇല്ലായിരുന്നു. സ്തോത്രം. അവിടെ താമസിച്ച് അവർ പാമ്പ്, പഴുതാര, ഇതെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുടെ കിടക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കടിക്കാൻ ദൈവം അനുവദിച്ചില്ല. ആ 10 വർഷം കഠിനമായ കഷ്ടപ്പാട് സഹിച്ച്, ദൈവത്തിന് സ്തോത്രം, അവർ ഗദബ ഭാഷയിൽ ലിപി ഉണ്ടാക്കി. ഈ വർഷം അതിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് പുറത്തിറങ്ങിയാണ്. 10 വർഷം. നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്കൊന്ന് വായിക്കാം നമ്മുടെ ഭാഷയിൽ. കർത്താവ് ഒന്ന് എബ്രായ ഭാഷയിൽ നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ, ഗ്രീക്കിൽ സംസാരിച്ചാൽ മനസ്സിലാകത്തില്ലല്ലോ. സ്തോത്രം. ഞാൻ ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിച്ച ആളല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രൊഫസേഴ്സ് അതിന് ധാരാളം ഉണ്ട് പഠിപ്പിക്കാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ, remember our missionaries, how much they paid the price for the word. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് എത്രമാത്രം അവർ വില കൊടുക്കുകയും. ഹല്ലേലൂയ. ഞാന് ഇന്നേക്കൊരു 7 വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ആലി സ്പ്രിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ENT ഡോക്ടർ എന്നോട് പറഞ്ഞു, യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഷാജി, ഈ മിഷണറി ജീവിതമൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു മിഷണറി വനിതയെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അവരെ വിളിക്കാം, നമുക്കൊരു കോഫി ഹൗസിൽ പോയി അവരെ ഒന്ന് കാണാം. അവർക്ക് 85 വയസ്സുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാണാനൊരു അവസരം കിട്ടുമല്ലോ. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അബോർജിൻസിന്റെ ഇടയിൽ 50 വർഷം താമസിച്ച് അവരുടെ ഭാഷ പഠിച്ച് അവരുടെ ലിപിയിൽ, സ്തോത്രം, അവരുടെ പേരിൽ ലിപി ഉണ്ടാക്കിയിട്ട് വേദപുസ്തകം പരിഭാഷ ചെയ്ത ആ വനിതയൊന്ന് കണ്ടിരിക്കണം. ഓഹ്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം കുളിരു കോരുന്നത് പോലെയായി. കാരണം she paid the price more than 50 years for the translation of the, praise God, Aborigines Bible. സ്തോത്രം. 50 വർഷം ദൈവത്തിന്റെ വചനം ഭാഷ ആ വേദപുസ്തക പരിഭാഷയ്ക്ക് വേണ്ടി ആ ദൈവദാസിയുടെ ജീവിതം മാറ്റിവെച്ചു. ഞങ്ങൾ ചെന്നു. സ്തോത്രം. ഇന്ത്യയിൽ ഞാൻ അറിഞ്ഞപ്പം എന്നെ ഹഗ് ചെയ്ത് വലിയ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ഞാനും ഒരു ചെറിയ മിഷണറിയാണ്, ഇങ്ങനെ ഇത്ര വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. അവർക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്നിൽ നിന്ന് അവരോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം എനിക്ക് കേൾക്കാനാണ് ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം നടത്തിയ വിധങ്ങളിലൊക്കെ എന്റെ സമർപ്പണത്തെ പരിശോധിക്കാനും, കർത്താവെ, ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ആയിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യാനും ഒക്കെ
ആ ദൈവദാസിയുടെ ലൈഫ് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അവർ 1 മണിക്കൂറാണ് എനിക്ക് തന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് അവരുടെ 50 വർഷത്തെ സ്റ്റോറി മുഴുവൻ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു. 17 വയസ്സ് ഉള്ളപ്പോൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നിയത് വേദപുസ്തക പരിഭാഷയാണ്. നമ്മുടെ എക്സ്ചേഞ്ച് സബ്ജക്റ്റുകളുടെ ഓപ്ഷണൽ സബ്ജക്റ്റും എക്സ്ചേഞ്ചബിൾ സബ്ജക്റ്റും എന്ന് പറയുന്നത് BA in തിയോളജിക്ക് ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ദി ട്രാൻസ്ലേഷൻ, ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് ഉള്ളതാണ്, അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. എക്സ്ട്രാ ഫീ അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഇവർ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് വേദപുസ്തക പരിഭാഷയ്ക്ക് വേണ്ടി അബോർജിൻസിന്റെ ഇടയിലേക്ക് പോകുവാനായി ദൈവം അവരെ പ്രേരിപ്പിച്ചപ്പോൾ ആ കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ കൂടെയുള്ള ഒരു സഹോദരി, ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സഹോദരി പറഞ്ഞു, എന്നാ ഞാനും വരാം. അവര് 2 പേരും കൂടാണ്. അവര് പറഞ്ഞത് ഏതാണ്ട് 30 വർഷത്തോളം അവർക്ക് കറണ്ട് ഇല്ലായിരുന്നു. സ്തോത്രം. പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. സ്തോത്രം. അപരിഷ്കൃതരായ ആളുകളുടെ ഇടയിൽ, കുളിക്കാതെ നനയ്ക്കാതെ ജീവിക്കുന്നവരുടെ ഇടയിൽ അവരെ അഡ്ജസ്റ്റ് ചെയ്ത്, അവരെ സഹിച്ച്, അവരെ സ്നേഹിച്ച്, അവരെ ചേർത്ത് പിടിച്ച്, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഐ തിങ്ക് എന്റെ കയ്യിൽ ആ ബൈബിൾ ഉണ്ട്. യെസ്, ഐ വാണ്ട് ടു ഷോ ദിസ് ബൈബിൾ. ഈ വേദപുസ്തകം, ദൈവത്തിന് സ്തോത്രം, അബോർജിൻസിന്റെ വേദപുസ്തകമാണ്. സ്തോത്രം. 50 വർഷം ത്യാഗം സഹിച്ചിട്ട് ആ ദൈവദാസി കൊടുത്ത 50 വർഷത്തെ പ്രൈസാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഇത് കണ്ടൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ജോലിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് can you do something special for God's kingdom? കർത്താവേ, വ്യത്യസ്തമായ എന്തെങ്കിലും എൻ്റെ ആയുസ്സിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യണം. നമുക്ക് എഴുന്നേക്കാൻ വയ്യാതാകുന്ന സമയത്ത് ഉള്ള തീരുമാനമല്ല എടുക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പലപ്പോഴും ഒത്തിരി കർത്താവിനെ സ്തുതിക്കാറുണ്ട്. എൻ്റെ 17ാമത്തെ വയസ്സിൽ, നല്ല പ്രായത്തിൽ കർത്താവിനെ വിളിച്ചു. ഇത്രയും വർഷം എനിക്ക് ഓടാൻ, ഇനിയും ദൈവം എനിക്ക് ആയുസ് തന്നാൽ ഇനിയും 50 കൊല്ലം കൂടെ ഓടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇന്ന് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എങ്കിലും നിങ്ങൾക്കറിയാലോ, ഇത് 38ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കുന്നത്. വളരെ സ്ട്രെയിനുള്ള കാര്യമാണ്. ഓക്കെ, കർത്താവ് മഹത്വം കൊടുക്കട്ടെ. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രാധാന്യതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും പ്രൈസ് കൊടുത്ത് ഇസ്രായേൽ മക്കളെ നെഹമ്യാവ് വിളിച്ചു കൂട്ടുന്ന എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ ആരാധിക്കാനായിട്ട് നെഹമ്യാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയതിന് ശേഷം നാം കാണുന്നത് എസ്രാ ശാസ്ത്രിയോട് പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം കൊണ്ടുവരിക. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ടാബ് കൊണ്ടുവരാനല്ല. ഇന്നത്തെ യങ് ജനറേഷനിലുള്ള ഇന്നത്തെ പ്രീച്ചേഴ്സിൽ പല ആളുകളും ഒരു ടാബ് എടുത്തോണ്ടാ വരുന്നേ. അവരറിയുന്നില്ല. 1973 2 കിലോ വെയിറ്റ് ഉള്ള ഒരു മൊബൈൽ ഫോണാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 2 കിലോ വെയിറ്റോളം ഉണ്ടായിരുന്ന ആദ്യത്തെ മൊബൈൽ ഫോൺ, സെൽഫോൺ. പിന്നീട് അത് പരിഷ്കരിച്ച് ഇപ്പൊ വളരെ കൂപ്പർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അത് കണ്ടുപിടിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം എന്റെ സഹോദരങ്ങളെ, എല്ലാ ആപ്പിന്റെ ഇടയിൽ കയറ്റി വെക്കാനുള്ള ഒരു ആപ്പല്ല ബൈബിൾ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കത് ഉപയോഗിക്കാം, നോ ഇഷ്യൂ. നമുക്ക് ടെക്നോളജി ഉപയോഗിക്കുന്നതിനൊന്നും ഒരു പരാതിയില്ല. ഇറ്റ്സ് നോട്ട് റോങ്. ടെക്നോളജി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇത്രയും വിശാലമായിട്ട് ലോകരാജ്യങ്ങളിൽ ഇരുന്ന് ദൈവത്തിന് വരം പഠിക്കാൻ പറ്റിയത്. നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ ഈ പുസ്തകം എടുക്കേണ്ടടുത്ത് അതിന് തുല്യം വെക്കാൻ മറ്റൊന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം ആരോ പറയാനിടയായിട്ട്, ഷക്കീല കെന്നത്താണോ ആരോ ഒരാൾ പറഞ്ഞത് ഓർക്കുന്നു. എവിടെയോ വർഷിപ്പിന് പോയപ്പോൾ പ്രീച്ച് ചെയ്യുന്ന പാസ്റ്ററുടെ കയ്യിലും ആരാധനിക്കുന്ന ആ സഹോദരിയുടെ കയ്യിലും, യെസ് ശരിയ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, റൈറ്റ്?
റൈറ്റ്, യു റൈറ്റ്. ഞാനും ആ പ്രീച്ച് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ബൈബിൾ ഉണ്ടായിരുന്നു. എത്രമാത്രം ജനങ്ങൾ മോഡേണിലേക്ക് പോയി. സഹോദരങ്ങളെ, ഇനി ഇതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങൾ കേൾക്കും. നമ്മുടെ പിക്ചർ കൊടുത്താൽ ചൈനക്കാരൻ നമ്മളെ പോലുള്ള ബൊമ്മ ഉണ്ടാക്കി തരും. അതേ രൂപത്തിലുള്ള യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കി തരുന്ന കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിന്നിപ്പോ ഈ ദിവസങ്ങളിലുള്ള ന്യൂസ് കാണുന്നുണ്ടല്ലോ. മ്ലേച്ഛതയിൽ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സംതൃപ്തരാകാത്ത, ജീവിത പങ്കാളി നിമിത്തം സംതൃപ്തി കിട്ടാത്ത സ്ത്രീകൾ, പുരുഷന്മാർ ഒക്കെയും യന്ത്ര മനുഷ്യനെ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്നു, ഭർത്താവായി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള ആ മ്ലേച്ഛതയുടെ റിപ്പോർട്ടുകൾ ഇന്ന് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭയാനകമായ ഒരു കാലഘട്ടത്തിലേക്ക് നാം നീങ്ങുന്നു. ലെസ്ബിയൻസിന്റെയും ഗേയുടെയും വിവാഹങ്ങളെ ദൈവികമായി അംഗീകരിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇത് സംഭവിക്കുന്നത്? ദൈവവചനത്തിന് പ്രാധാന്യമില്ലാത്തത്. സ്തോത്രം. ഇന്നൊരു വലിയ മഹാസമ്മേളനം വരുമ്പോൾ നിങ്ങൾ അവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണോ? അല്ല. സ്തോത്രം. എങ്ങനെ അടുത്ത യോഗത്തിന് ഇതിനേക്കാൾ കൂടുതൽ ആളിനെ കൂട്ടാൻ സിദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു വരുത്തത്തക്കവണ്ണം എന്തെല്ലാം സിസ്റ്റവും കസ്റ്റവും മെത്തേഡും എന്തെല്ലാം ആക്റ്റും എന്തെല്ലാം ഡ്രാമയും എന്തെല്ലാം കാര്യങ്ങളും നടക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, അത്ഭുതങ്ങളുടെ പുറകെ പോകരുത്. കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിൽ മൃതന്മാരെ തെറ്റിക്കാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ അത് ഓർപ്പിച്ചതാണ്. സത്യം വെളിപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ പാസ്റ്റർ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നില്ലേ? ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ടാണ് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞെടുത്ത് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇവിടെ ആരോഗ്യത്തോടെ നീ ക്ലാസ് നയിക്കുന്നത്, നമ്മളിൽ പലരും ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് വൃക്ഷഫലമല്ല ആവശ്യം, വൃക്ഷത്തെയാണ് ആവശ്യം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അല്ല നമുക്ക് ആവശ്യം, ദൈവത്തെയാണ് ആവശ്യം. ക്രൈസ്റ്റിന്റെ ഹീലിംഗ് അല്ല ആവശ്യം, വി നീഡ് ക്രൈസ്റ്റ്. കർത്താവ് തരുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് ആവശ്യം, വി നീഡ് ക്രൈസ്റ്റ്. ഇന്ന് മക്കൾക്ക് അപ്പന്റെ ഓഹരി മതി, അപ്പനെ വേണ്ട. അമ്മയുടെ വിൽപത്രം മതി, അമ്മയെ വേണ്ട. സ്തോത്രം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ക്രൈസ്റ്റിനെയാണോ വേണ്ടത്? ക്രൈസ്റ്റിന്റെ ദാനത്തെയാണോ വേണ്ടത്? തെരഞ്ഞെടുത്തോണോ. ഈ എൻഡ് ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ആയില്ലേ. മക്കളെങ്കിൽ അവകാശികളല്ലേ. എന്തിനീ രോഗശാന്തിയുടെ വരത്തിന് പുറകെ മാത്രം പോകുന്നു? എന്തിനീ ഭൂതശാന്തിയുടെ വരത്തിന് പുറകെ മാത്രം പോകുന്നു? സ്തോത്രം. ദൈവമക്കളെ, ഈ മെഗാ ചർച്ചുകളൊക്കെ ദൈവത്തിന്റെ പ്ലാനിലുള്ള കാര്യമല്ല. നിങ്ങൾ 8-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു നോക്കുക. അപ്പോസ്തല പ്രവൃത്തി എന്താ എഴുതിയിരിക്കുന്നത്? യെരൂശലേമിൽ ആ കാലത്ത് വലിയൊരു പീഡയുണ്ടായി. 8-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. അപ്പോസ്തലന്മാർ ഒഴികെ സകല മനുഷ്യരും ചെതറിപ്പോയി. അല്ലേ? 8:4 എന്താ എഴുതിയിരിക്കുന്നത്? ചെതറിപ്പോയവർ ദൈവവചനം അറിയിച്ചുകൊണ്ട് അങ്ങിങ്ങായി നടന്നു. അപ്പോൾ അവരെന്താ? ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഇന്ന് മെഗാ ചർച്ചുകൾ ഇങ്ങനെ പിടിച്ചു നിർത്തുക. എന്തിനാ? കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് സങ്കടത്തോട് കേട്ടു, ഞങ്ങളുടെ ചർച്ചിൽ ഒരുപാട് കൂട്ടായ്മകളുണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾക്ക് എണ്ണാൻ 5 നോട്ട് മെഷീൻ ഉണ്ട്, എന്നിട്ട് എണ്ണി തീരുന്നില്ല. മനസ്സിലാക്കണം. കിട്ടുമ്പോൾ ഭയങ്കര വേദന തോന്നുന്ന സഹോദരൻ. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്നും കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഫെഡറൽ ബാങ്കിൽ 2 മെഷീനേ ഉള്ളല്ലോ, അവിടെ 5 മെഷീൻ ഉണ്ട്. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആദരത്തിൽ അത് സൂക്ഷിക്കാൻ. രാജകീയ പൗരോഹിത്യ പദവിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദൗത്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം എടുത്തു വായിച്ചാട്ടെ. മലാക്കി ചാപ്റ്റർ 2 വേഴ്സ് 7 എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. പുരോഹിതൻ സൈന്യത്തിന്റെ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ
അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഈ അധരങ്ങൾ ഉപദേശം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും. ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ. നമ്മുടെ ജോലി എന്താണ്? പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ഉപദേശം ജനത്തിന് കൊടുക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകതയുള്ള കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചത് കൊണ്ട് താൻ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു. എന്താണ്? സഹോദരന്മാരെ, ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാർ ഇപ്പോൾ എത്ര ആയിരമായി കഴിഞ്ഞു നോക്കുക. He teach the word of God. He preach the word of God. അവര് പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞു, we preach Christ crucified. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അതിശക്തമായ നിലകളിൽ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ പ്രവൃത്തിയും കാണാറുണ്ട് സഹോദരങ്ങളെ. ആത്മാക്കൾ കൂട്ടത്തോടെ വിടുവിക്കപ്പെടുന്ന അനുഭവങ്ങൾ ധാരാളം സന്ദർഭങ്ങളിൽ അതെ ദൈവാത്മാവ് കാണിക്കാറുണ്ട്. സ്തോത്രം. പല സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് കാണിക്കാറുണ്ട്, അറിയിക്കാറുണ്ട്. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആത്മാക്കൾ കൂട്ടത്തോടെ അഭിഷേകം പ്രാപിക്കുന്ന കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കൂട്ടത്തോടെ അതെ വിടുതൽ പ്രാപിക്കുന്ന കണ്ടിട്ടുണ്ട്. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇതൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ നടക്കുമെന്നേ. സ്തോത്രം, സ്തോത്രം. വചനം പ്രസംഗിക്കുമ്പോൾ അത് നടക്കും. ഞാൻ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ കുറിച്ചെടുക്കുക. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 41-ാം വാക്യം. യെസ്. 4-ാം അധ്യായം 4-ാം വാക്യം, 5-ാം അധ്യായം 14-ാം വാക്യം, 10-ാം അധ്യായം 44-ാം വാക്യം. ഈ വചനഭാഗങ്ങളെല്ലാം ഓരോരുത്തരെടുത്ത് വായിച്ചു നോക്കിയാട്ടെ. Praise God. 2:41 അപ്പോസ്തല പ്രവൃത്തി. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. നോക്കുക, കർത്താവിന്റെ വചനം കൈക്കൊണ്ടവർ അവനോട് ചേർന്നു. സ്തോത്രം. അന്ന് എത്ര പേരാണ് കർത്താവിന്റെ വചനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയത്? 3000-ഓളം. 3000 പേര്. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ മാനസാന്തരം ഉണ്ടാകുമല്ലേ? രൂപാന്തരം നടക്കുമല്ലേ? ദൈവപ്രവൃത്തി നടക്കുമല്ലേ? സ്തോത്രം. വചനം കേട്ടവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. സ്തോത്രം. വചനം കേട്ടവരുടെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടല്ല നിങ്ങൾ പോകേണ്ടത്. പ്രീച്ച് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കണം. വചനം പങ്കുവെച്ചാൽ ആത്മപകർച്ച ഉണ്ടാകും. വചനം പങ്കുവെച്ചാൽ, വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് അവിടെ നിലനിൽപ്പുണ്ടാകില്ല. അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറിപ്പോകാനിടയായിത്തീരും. ഓ, യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുന്ന കർത്താവ്. ഓ, വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവ്. സ്തോത്രം. എടുത്ത വേദഭാഗങ്ങൾ വായിച്ചാട്ടെ നിങ്ങൾ. 4:4. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിന്നെ 5:14 തന്നെ 5000-ഓളമായി. പിന്നെ 5:14 മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു.
വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കുകയാണ്. പ്രീച്ച് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനം തന്നെ നിങ്ങൾ പ്രസംഗിക്കും. ചില മണിക്കൂർ കഴിയുമ്പോൾ ഞെട്ടി ഉണരും. ഉറക്കമില്ല. Praise the Lord. സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ നിദ്രയിൽ അതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇന്ന് രാത്രിയിൽ നിന്നെ സ്വസ്ഥതയെ കെടുത്തുന്ന അന്ധകാരാത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനമെന്ന വാളിന് വെട്ടിക്കളയുവാൻ ഈ രാത്രി ഞാൻ ഒന്നിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ഈ രാത്രി ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ ആത്മാവിൽ നിറഞ്ഞ് ഈ ജനത്തിന് മേലെ പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു പുത്തൻ വളർച്ച ഈ ജനത്തിന് മേൽ വരട്ടെ. ദൈവശക്തിയുടെ സാന്നിധ്യം എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങൾ അരികുകളിൽ വരട്ടെ. സ്വസ്ഥതയെ കെടുത്തി സംശയത്തിന്റെ രോഗമിട്ട് കുടുംബ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന പിശാച് യേശുവിന്റെ നാമത്തിൽ തലമുറകളെ ചിരിപ്പിക്കുവാൻ, മക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യമേ ശരീരം വിട്ട് മടക്കുക. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിന്റെ അധികാരമേ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം റീച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലുള്ള ആത്മാവിന്റെ അധികാരം പ്രമായ നിലയിൽ അത് പുറത്തു വരും. അതിന് നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ ഒരു ഭൂതശാന്തി വരപ്രാപ്തനായിട്ടല്ല നിൽക്കേണ്ടത്. നിങ്ങളൊരു രോഗശാന്തി വരപ്രാപ്തനായിട്ടല്ല നിൽക്കേണ്ടത്. പ്രവചനാത്മാവുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടല്ല നിൽക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് വിനയത്തോട് പറയാനുള്ളത്, preach the word of God. എന്താണ് ക്രൈസ്റ്റ് വേർഡിന്റെ പ്രത്യേകത? അതിലേക്ക് കയറി ആ ചിന്ത പറഞ്ഞാണ് ഇന്ന് നമ്മളത് അവസാനിപ്പിക്കാൻ പോകുന്നത്. ക്രൈസ്റ്റ് വേർഡിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നിങ്ങൾ കുറിച്ചു വെക്കണം. പറയുന്ന വാക്യങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് വായിക്കണം. നമ്പർ 1, ക്രൈസ്റ്റ് വേർഡിന്റെ പ്രത്യേകത ഇംപെരിഷബിൾ ആണ്. പറഞ്ഞാട്ട് ഇംപെരിഷബിൾ ആണ്. മാർക്ക് ചാപ്റ്റർ 13 വേഴ്സ് 21 എന്താണ് എഴുതിയിരിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? Heaven and earth shall pass away, but my words shall not pass away. നിങ്ങൾ ശ്രദ്ധിക്കുക, ആകാശവും ഭൂമിയും മാറിപ്പോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ കൃപാവരപ്രാപ്തരായ ആളുകൾ ദൈവവചനമില്ലാതെ പോയാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ മൂക്കുത്തി താഴെ കിടക്കും. എന്താ കാര്യം നിങ്ങൾക്ക് അറിയാമോ? ആദ്യം ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ രാജകീയമായി സ്വീകരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ പരിചയക്കാരെ പോലെ സ്വീകരിക്കും. അത് കഴിയുമ്പോൾ വഴിപോക്കനെ പോലെ സ്വീകരിക്കും. പറഞ്ഞ ദൂത് നിവൃത്തിയായിട്ടല്ല അടുത്ത ദൂതിന് പ്രസക്തിയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവവചനം പഠിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികളെ, നിങ്ങൾ നിലനിൽക്കുന്ന ഒരു ഉണർവാണ് ആഗ്രഹിക്കേണ്ടത്. നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആഗ്രഹിക്കേണ്ടത്. എസ്പെഷ്യലി പ്രൊഫഷണൽ ആളുകൾക്കാണ് ഈ ദൈവവചന പഠനം സ്പെഷ്യലി നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കരിയറിനോടൊപ്പം പൗലോസ് ടെന്റ് മേക്കറായി ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തതുപോലെ നിങ്ങൾ ഏത് റാങ്കിൽ ദൈവം നിർത്തിയിരിക്കുന്നോ ആ റാങ്കിലുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്കറിയാം, ബോംബെയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം, ഞാനൊരു കൺവെൻഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. പല സംഭവങ്ങൾ നടന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ കമ്പനി കൊണ്ടുപോയി 300 ജോലിക്കാരുണ്ട്. അദ്ദേഹം അവിടെ ഒരു പ്രത്യേക ഹാള് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പ്രയർ നടത്താൻ വേണ്ടി 300 പേരാണ് ദൈവവചനം കേൾക്കാൻ അവിടെ കൂടുന്നത്. ദൈവത്തിന് സ്തോത്രം. കൊറോണ വന്നപ്പോൾ ആ കമ്പനി മാത്രം പൂട്ടിയില്ല.
സ്തോത്രം. അവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അവരെല്ലാവരെയും അവിടെ പാർപ്പിച്ച് ഭയങ്കരമായ ബ്ലെസ്സിങ് അദ്ദേഹത്തിന് ഉണ്ടാകുവാൻ ഇടയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്നോട് പറയുവാണ്, എനിക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് കേടായി പോകുന്ന ഒരു വണ്ടിയേ ഉള്ളൂ. സ്തോത്രം. അപ്പം എന്നോട് അദ്ദേഹം എയർപോർട്ടിൽ എന്നെ കൊണ്ടുവിടാൻ വരുമ്പോൾ എന്നോട് പറയുകയാണ്, പാസ്റ്റർക്ക് വണ്ടി ഉണ്ടോ യാത്ര ചെയ്യാൻ? ഞാൻ പറഞ്ഞുണ്ട്. ഏത് വണ്ടിയാ? ഒരു സുമോ ഗ്രാൻഡ് ഉണ്ട്. അത് പഴഞ്ചനല്ലേ. സ്തോത്രം. ഒരു കാര്യം ചെയ്യണം, ചെന്നവിടെ പോയി ഒരു വണ്ടി മേടിച്ചോണം, അക്കൗണ്ട് നമ്പർ ഇട്ട് തരണം. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തില്ല. എന്നെ പിന്നെയും വിളിച്ചു, എന്താ അക്കൗണ്ട് നമ്പർ ഇടാഞ്ഞേ? ദൈവത്തിന് സ്തോത്രം. എന്റെ 2 ദിവസം മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു വണ്ടി തരാൻ പോവാ, ഇനി നീ പഴഞ്ഞ വണ്ടി പോകണ്ട. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ പിറ്റേ അയച്ചു. സ്തോത്രം. ഞാൻ ഒരു ലോൺ ഇടാന്ന് വിചാരിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇതിന് നീ ലോൺ ഇടണ്ട, മറ്റൊരാളെ ഞാൻ നിനക്ക് ബാക്കി പൈസയ്ക്ക് കൊണ്ടുവരും. സ്തോത്രം. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈപ്പാസ് അവിടെ ഉണ്ടോ? ഞാൻ അത്യാവശ്യമായിട്ട് പാസിനെ ഒന്ന് കാണാം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം ഒരു ഗിഫ്റ്റും ഒക്കെ തന്നിട്ട് പോകുന്നേരം എന്നോട് പറയാം, പാസ്റ്റർ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, എമർജൻസി ആയൊരു ഫിനാൻഷ്യൽ നീഡ് ദേവദാസനുണ്ട്, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എനിക്കിപ്പം ദൈവം നടത്തുന്നു, എനിക്കത് ഐ എം ഓക്കെ. പറഞ്ഞല്ലല്ല, എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾക്കൊരു എമർജൻസി ആവശ്യമുണ്ട്, മറച്ചു വെക്കണ്ട, എന്താ നീഡ് പറ. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്ത വണ്ടിക്ക് 8.5 ലക്ഷം രൂപയാ. അപ്പൊ അതിന് 3.5 ലക്ഷം രൂപ കൂടെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് അങ്ങനെ പ്രത്യേക ആവശ്യമില്ല. സ്തോത്രം. അപ്പൊ പറഞ്ഞല്ല, എന്നോട് ദൈവം പറയുന്നു നിങ്ങളെ സഹായിക്കാൻ. അപ്പൊ പെട്ടെന്ന് ദൈവാത്മാനോട് പറഞ്ഞു, 2 പേരിൽ 2ാമത്തെ ആൾ ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടിയുടെ കാര്യം ഇങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ബാലൻസ് കൊടുക്കണം? ഞാൻ പറഞ്ഞു 3.5. അന്നേരെ പുള്ളി അത് ട്രാൻസ്ഫർ ചെയ്തു. സൗരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നൊരു ദൈവം മേളിലുണ്ട്, നമ്മളെ കരുതുന്ന ഒരു ദൈവം മേളിലുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവം മേളിലുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ക്രൈസ്റ്റ് വീടിന്റെ പ്രത്യേകത എന്താണ്? ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വചനമോ ഒരു നാളും മാറിപ്പോകും. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഈ ദൈവത്തിന്റെ പ്രമാണം. വോൾട്ടേറിന്റെ ജീവകാലത്ത് സകല വേദപുസ്തകവും താനെ ചുട്ടുകളയുമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കെട്ടിടമാണ് ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിയത് എന്ന് കേട്ടിട്ടുണ്ട്. ശരിയൊന്നും എനിക്കറിയില്ല. അവിടെ ദശലക്ഷക്കണക്കിന് ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന സ്റ്റോറാക്കി മാറ്റി. ആമേൻ. നെപ്പോളിയൻ പറഞ്ഞത്, ഇത് സ്ഫോടകാത്മകമായ ഒരു ജീവസൃഷ്ടിയാണ് ബൈബിൾ. D.L. മൂഡി പറഞ്ഞത്, ഇത് വേദപുസ്തകം ദൈവാത്മ പ്രേരിതമാണെന്ന് ഞാൻ അറിയുന്നു, കാരണം ഇത് വായിക്കുമ്പോൾ എനിക്ക് ആത്മാവിനോട് ഇടപെടുന്നു. മൈക്കിൾ ഫാരഡേ പറഞ്ഞത്, അമ്മേ ഒരിക്കൽ പോലും വേദപുസ്തകം വായിക്കാതെ അതെ ഞാൻ എന്റെ കിടക്കയിലേക്ക് പോയിട്ടില്ല. എബ്രഹാം ലിങ്കൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വിശുദ്ധ ബൈബിൾ ഇല്ലാതെ ഒരു രാഷ്ട്രത്തലവനും രാജ്യം ഭരിക്കാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മഹാത്മാഗാന്ധിജി പറഞ്ഞെന്താണെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ക്രൈസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഗിരിപ്രഭാഷണമാണ്. മോഹൻ റായ് പറഞ്ഞതും എന്താണ്? ദൈവത്തിന് സ്തോത്രം. വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ആ പാവനപാദങ്ങൾ കഴുകുമായിരുന്നു. അവിടുത്തെ വചനങ്ങളെല്ലാം എത്രയോ മഹൽ ശബ്ദങ്ങളാണ്. എന്റെ സഹോദരങ്ങളെ, ഈ മഹാദൈവത്തിന്റെ പുസ്തകം എടുക്കുവാൻ പ്രേരണ കിട്ടിയ, നിയോഗം കിട്ടിയ, ഇത് കയ്യിലെടുക്കുവാൻ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 50 വർഷം, 60 വർഷം, 30 വർഷം ഇരുട്ടറകളിലും കാടുകളിലും ഉൾവനങ്ങളിലും ഒക്കെ കിടന്ന് ഭാഷ പഠിച്ച് ലിപി ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ ഇതെത്തുമ്പോൾ, ഇന്നത്തെ ന്യൂജനിലെ ചില ചെറുപ്പക്കാര് പറഞ്ഞത്, വേദപുസ്തകത്തിനൊന്നും കാര്യമൊന്നുമില്ല, വെളിപ്പാടാണ് ആവശ്യം, പ്രവചനമാണ് ആവശ്യം, ദൂതാണ് ആവശ്യം. അയ്യോ, സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞു, ക്രൂശിതനായ ക്രിസ്തു അബദ്ധം പറ്റിയതാണ്. മറ്റൊരാൾ പറഞ്ഞു, വേദപുസ്തകത്തിലെ പഴയ നിയമം ആവശ്യമില്ല, അത് കീറിക്കളയണം. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനാണ്. സ്തോത്രം. ഭൂമിയുള്ള നാളോളം ഇതിനുള്ളില് ഒരു വള്ളിയോ പുള്ളിയോ മാറിയില്ല. അവിടെ സൗരങ്ങളെ, ഇത് വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വേദപുസ്തകത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. കുടുംബസ്ഥരായ ആളുകളോടും
യൗവനക്കാരായ ആളുകളോടുമെല്ലാം ഞാൻ പറയാം, ഈ പുസ്തകം സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്കൊരു നല്ല സ്ഥലം വേണം. നിങ്ങളതിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വസ്ത്രം മാറുന്നിടത്തൊത്തും വേദപുസ്തകം എടുത്ത് വെക്കരുത്. സ്തോത്രം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നിടത്തൊന്നും വേദപുസ്തകം എടുത്ത് വെക്കരുത്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതിനെ അതിന്റെ ബഹുമാനത്തോടും അതിന്റെ ആദരവോടും കൂടെ വേണം നമ്മൾ അത് ചെയ്യുക. ഇത് പൂജിക്കാനുള്ളതല്ല, പക്ഷേ ഇത് ദൈവത്തിന്റെ പുസ്തകമായതുകൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്തേ മതിയാകുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നീ ചുമന്നാൽ ഇത് നിന്നെ ചുമന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ കണ്ടത് ക്രൈസ്റ്റ് വേർഡ് ഈസ് ഇംപെരിഷബിൾ. ഒന്ന് പറഞ്ഞാട്ടെ. രണ്ടാമത്തെ പ്രത്യേകത ഇത് precious ആണ്. ഇത് ലാവണ്യമായ വാക്കുകളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറയുമ്പോൾ തന്നെ ഇവന്റെ അധരത്തിൽ നിന്ന് വീണ ലാവണ്യ വാക്കുകൾ എന്നൊരു പദപ്രയോഗമാണ് എഴുതിയിരിക്കുന്നത്. അതിനെ ഗ്രേഷ്യസ് എന്നുള്ള പദമാണ് നമ്മൾ അതിനെ കാണുന്നത്. മൂന്നാമത്തത് ഗാഡ്സ് വേർഡ് ഈസ് മൈറ്റി. ഒന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ വചനം എന്താണ്? അത് ശക്തിയുള്ളതാണ്. ലൂക്ക് ചാപ്റ്റർ 4:32. അതെ, അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, they were astonished at his doctrine, for his word was with power. സ്തോത്രം. എല്ലാവരും അവന്റെ സന്ദേശത്തിൽ ആശ്ചര്യപ്പെട്ടു. കേവല ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടാണ് അവൻ സംസാരിച്ചത് എന്ന് കാണുന്നു. നാലാമത്തെ പ്രത്യേകത ക്രൈസ്റ്റ് വേർഡ് ഈസ് സ്പിരിച്വൽ. എന്ന് പറഞ്ഞേ. ജീവനും ആത്മാവുമായ വചനമാണ്. യോഹന്നാൻ 6:63. ജോൺ ചാപ്റ്റർ 6:63. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ലൈഫ് ഗിവിംഗ് വേർഡ് ആണ്, അല്ലെങ്കിൽ നിത്യജീവന്റെ മൊഴിയാണ് കർത്താവിന്റെ വചനം. ഒന്ന് പറഞ്ഞാട്ടെ. ക്രൈസ്റ്റ് വേർഡ് ഈസ് എന്താണ്? ലൈഫ് ഗിവിംഗ് വേർഡ് ആണ്, അല്ലെങ്കിൽ നിത്യജീവന്റെ മൊഴിയാണ്. 6-ാം അധ്യായം യോഹന്നാൻ 68-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്നു, ശിമോൻ പറയാണ്, നിത്യജീവന്റെ മൊഴി നിന്റെ അടുക്കൽ വിട്ടിട്ട് എവിടേക്കാണ് പോകേണ്ടത്? എന്നെ വിട്ടിട്ട് എവിടേക്കാണ് പോകേണ്ടത്? സ്തോത്രം. അടുത്ത പ്രത്യേകത ഇൻകമ്പേറബിൾ, അല്ലെങ്കിൽ അതുല്യമായ വാക്കുകളാണ്. ജോൺ ചാപ്റ്റർ 7:46. യോഹന്നാൻ 7:46. യോഹന്നാൻ 7:46. എന്താണ്? ഇൻകമ്പേറബിൾ ആയിട്ടുള്ള. ക്രൈസ്റ്റ് വേർഡ് ഈസ് ഇൻകമ്പേറബിൾ. പറഞ്ഞാട്ടെ. ഇൻകമ്പേറബിൾ ആയിട്ടുള്ള വചനമാണ്. സ്തോത്രം. അടുത്തത് യോഹന്നാൻ 12:48 വേർഡ്സ് ഓഫ് ജഡ്ജ്മെന്റ് ആണ്. ന്യായം വിധിക്കുന്ന വചനമാണിത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നെ കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. നിങ്ങൾ ഒടുവിൽ കേട്ട വചനം നിങ്ങളെ ന്യായം വിധിക്കും. അവിടെ സൗരങ്ങളെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം വേർഡ് ഓഫ് ജഡ്ജ്മെന്റ് ആണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇങ്ങനെ നിങ്ങളോട് വിരൽ ചൂണ്ടി പ്രസംഗിക്കുമ്പോൾ അത് 4 മടങ്ങായി എന്നോട് സംസാരിക്കുന്നതാണ് ഇത്. സ്തോത്രം. അതുകൊണ്ട് നമ്മളൊരു നല്ല സർമൺ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനല്ല നിങ്ങൾ ശ്രമം നടത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാത്രം ശുശ്രൂഷിക്കണം. നിങ്ങൾ എടുക്കുന്ന വചനവുമായി നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ അവിടെ നിങ്ങൾ മുട്ടുകുത്തണം. ആ ലൈഫ് ഉണ്ടായിട്ടേ അത് പ്രസംഗിക്കാവൂ. വായി വരുന്ന പോലെ രാഷ്ട്രീയക്കാരുടെ സർമൺ പറയുന്ന പ്രസന്റേഷൻ അല്ല. ഏത് രാഷ്ട്രീയക്കാരെ ഏത് മത പ്രോഗ്രാമിന് വിളിച്ചാലും ആ മതഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റവും കീ പോയിന്റ്സ് അവർ പറയും. നമ്മുടെ ആളുകൾ ഏത് രാഷ്ട്രീയക്കാരെയും വിളിച്ച് പ്രസംഗിച്ചിട്ട് കർത്താവിന് സ്തോത്രം എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും കൈയടിച്ച് അങ്ങ് സ്തോത്രം ചെയ്ത് ആത്മാവിലാകും. എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് നമ്മൾ കാണിക്കാറുള്ളത് അല്ലേ? അവർ രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല. നമ്മൾ കേൾക്കുമ്പോൾ ആവേശമാ. അതേ മതത്തിൽ ഉള്ള ആള് തന്നെ അടുത്ത സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും? അത് പറയും. മനസ്സിലാകുന്നുണ്ടോ? ചില മഹാവേദികളിൽ, ദൈവമക്കളുടെ വേദികളിൽ, എത്രയോ സ്ഥലങ്ങളിലാണ് അന്യദേവി ദേവന്മാരെ ഉയർത്തിയിട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. സൗരങ്ങളെ, രക്ഷിക്കപ്പെടാത്തവരും നിയോഗമില്ലാത്തവരും അഭിഷേകം ചെയ്യാത്തവരും പരിശുദ്ധാത്മാവ് വിളിച്ച് ശുശ്രൂഷ ഏൽപ്പിക്കാത്തവരുമായ ഒരു വ്യക്തികളെയും നിങ്ങളുടെ വേദിയിൽ കയറ്റി നിർത്തി ദൈവത്തിന്റെ പുൽപ്പിറ്റിന് മുമ്പിൽ കൊണ്ടുവരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ, വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. സ്തോത്രം. നമ്മുടെ വീട്ടിൽ ആരാധിക്കേണ്ടി വന്നാലും ദൈവമക്കളെ, ദൈവകൃപയില്ലാത്തവരെ
ജീവിത വിശുദ്ധി ഇല്ലാത്തവരെയും ദൈവം വിളിച്ചാക്കാത്തവരുടെയും ആമേൻ ഒരു സമ്മേളനത്തിലും നിങ്ങൾ പങ്കെടുക്കരുത്. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മ ജീവൻ പ്രാപിപ്പാൻ നിങ്ങൾ ഉപയോഗിക്കട്ടെ. ആയിരിക്കുന്ന കൂട്ടായ്മ വിശാലത പ്രാപിപ്പാൻ പരിശുദ്ധാത്മ നിങ്ങളെ ശക്തീകരിക്കട്ടെ. അവിടെയുള്ള മിനിസ്ട്രിക്ക് നിങ്ങൾ കൈത്താങ്ങലായി തീരട്ടെ. അടുത്ത ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത് ക്രൈസ്റ്റ് വേർഡ് ഈസ് ഡിവൈൻ. അത് ഭൂമിയിൽ നിന്നുള്ളതല്ല. നിക്കോദിമസ് പറഞ്ഞത് നീ സ്വർഗത്തിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ജോൺ ചാപ്റ്റർ 14:24 എന്താ എഴുതിയിരിക്കുന്നത്? ജോൺ ചാപ്റ്റർ 14:24. അതെ, ഞാൻ നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെത് അത്രേ. അപ്പൊ നമ്പർ 1 imperishable, നമ്പർ 2 gracious, നമ്പർ 3 mighty, നമ്പർ 4 spiritual, നമ്പർ 5 life giving, yes, number 6 incomparable, number 7 words of judgment, number 8 it's divine. നമ്മൾ നെഹമ്യാവ് 8-ാം അധ്യായം അതിന്റെ ആരംഭത്തിലെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ 1-ാം വാക്യത്തിൽ ഇപ്പൊ 2 ദിവസം കൊണ്ട് അവിടെ നിൽക്കുക അല്ലേ? നമ്മൾ കാര്യത്തിലേക്ക് കയറിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്തേലും പറഞ്ഞു വിടാൻ പറ്റില്ല. ഉള്ളത് വൃത്തിക്ക് പഠിക്കണം. ഒരു കറിയേ ഉള്ളെങ്കിലും ടേസ്റ്റ് ആയിട്ട് വെക്കണം. അത് മതി. കറിയെ കുറിച്ചുള്ള അറിയല്ല വേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരപ്പച്ചൻ പറഞ്ഞ മാതിരി കറി വിൽ മേക്ക് അൾസർ എന്ന് പറഞ്ഞ മാതിരി അല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വെപ്രാളവും തിടുക്കൊന്നും കാണിക്കാതെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, എളിമയോടെ, താഴ്മയോടെ, വിനയത്തോടെ കർത്താവിന്റെ മഹിമകളുടെ സാക്ഷികളായി ദൈവജനം പഠിക്കുന്ന പ്രൊഫഷണലായിട്ടുള്ള നിങ്ങൾ എല്ലാവരും കർത്താവിന് വേണ്ടി നന്നായി ശ്രമിക്കാൻ ഈ തലമുറയിൽ, അതുപോലെ കാഴ്ചപ്പാടുള്ള ഒരു പുതിയ തലമുറയെ കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നിങ്ങളിലൂടെ ഒരുക്കിയെടുക്കാൻ ദൈവത്തിന് വരും നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തുന്നു. വി ആർ ഗോയിങ് ടു പ്രേ. നമ്മൾ അല്പം മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. പ്രാർത്ഥിക്കാൻ ആമേൻ പ്രേരണയുള്ള എല്ലാവരും സ്തോത്രം. നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ ഓൺ ചെയ്യുക. പഠിച്ച വചനങ്ങൾ, നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ ആമേൻ ഏറിയ ശ്രേഷ്ഠതയോടെ, ഏറിയ അധികാരത്തോടെ ഒത്തിരി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ, സിസ്റ്റമാറ്റിക്കലായി ദൈവവചനം പഠിച്ച് സിസ്റ്റമാറ്റിക്കലായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, നല്ല ആമേൻ ദേശത്ത് ഇയ്യോബ് എന്ന പുരുഷനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ പോലെ, എന്റെ ദാസനായ കാലേബു എന്ന സാക്ഷ്യം പറഞ്ഞ പോലെ, മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് പാതപിടത്തിൽ ഇരുന്നത് പോലെ, ആ ഹന്ന ആമേൻ ഒരു പ്രവാചകൻ എഴുന്നേൽക്കാൻ, ഒരു ന്യായാധിപൻ എഴുന്നേൽക്കാൻ, ഒരു പുരോഹിതൻ എഴുന്നേൽക്കാൻ സ്തോത്രം കരഞ്ഞ ആ മകനെ മേടിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായത് പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ടതിന് വേണ്ടി പ്രാപിക്കുന്ന നല്ല പ്രാർത്ഥിക്കുന്ന അമ്മമാരായി നിങ്ങൾ തീരട്ടെ. നല്ല പ്രാർത്ഥിക്കുന്ന സഹോദരിമാരായി തീരട്ടെ. പ്രാപിക്കാൻ മനസ്സുള്ള എന്റെ സഹോദരങ്ങളായി നിങ്ങൾ തീരട്ടെ. Shall we pray? Thank you, Jesus. Open your mouth and pray. Thank you, Lord. We praise you. Nandeshwe Rajavi. Thank you, Jesus. Oh, hallelujah. We worship you, Lord. We worship you. ഞാൻ പറയുന്ന ചില പ്രാർത്ഥിച്ചാട്ട് വിനോദ് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം കർത്താവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ,
ഹല്ലേലൂയ. ഈ വൈകിയ സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന തന്റെ ദാസനിലൂടെ കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെ കേൾപ്പിച്ച വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കണം കർത്താവെ. അത് ഞങ്ങളുടെ സന്ധികളെ വേർതിരിച്ചിട്ട് കർത്താവെ, അത് ഞങ്ങളിൽ എവിടെയൊക്കെ പ്രവർത്തിക്കണോ അത് പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതിന്റെ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കണം കർത്താവെ. അല്ലെങ്കിൽ ദൈവം ഞങ്ങൾ പോകുന്ന മേഖലയിൽ അനേകരെ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവരുവാൻ ദൈവമേ ഇത് ഉപയോഗിക്കാൻ ദൈവം ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഓരോ ദിവസവും പണിയപ്പെടുന്നതായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിലെ പറഞ്ഞു കർത്താവെ, ദൈവവചനം ശുശ്രൂഷിക്കാൻ തന്റെ ദാസന് കൊടുത്ത ബലത്തിനായ സ്തോത്രം കർത്താവെ. ശാരീരികമായ എല്ലാ ബലഹീനതയിൽ നിന്നും ദൈവം വെടിവെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ശക്തി കൊണ്ട് അരമുറുക്കുകയും തന്റെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവമാണ് കർത്താവെ. തന്റെ ദാസനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവസാന്നിധ്യം അതിന്റെ മേൽ വെളിപ്പെടണം. അനേകർക്ക് കർത്താവെ, അനേകരെ കർത്താവെ വാർത്തെടുക്കുന്ന ഒരു കർത്താവെ ഇതായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം അവരിൽ വെളിപ്പെടണേ എന്ന് പറഞ്ഞു മേൽക്ക് മേൽ ശക്തിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ ദൈവമേ, ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവെ ആ ഒരു വചന ശുശ്രൂഷന്മേലെല്ലാം ദൈവമേ ആ പരിശുദ്ധാത്മാവ് വന്നെന്ന് പറഞ്ഞതുപോലെ കർത്താവെ അവിടെ ഇറങ്ങിപ്പോകുന്നതെല്ലാം ദൈവത്തിന്റെ ഒരു അഗ്നിയായി ദൈവമേ കർത്താവെ അത് പരലോട്ട് പകരുവാൻ ദൈവം ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ തന്നെ ആ പ്രേട്ടവറിന് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങണം കർത്താവെ. അതിനുള്ള എല്ലാ വഴികളെയും ദൈവം തുറന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അതുപോലെ കർത്താവെ ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന, കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന, അവരായിരിക്കുന്നിടത്തെല്ലാം കരുതണം, ദൈവിക സുരക്ഷിതവും കാവലും ഉണ്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ നാമമഹത്വം കർത്താവെ. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കർത്താവെ എല്ലാ കർത്താവെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവകരത്തിലേക്ക് ഞങ്ങൾക്ക് സുഖകരമായ ഒരു ഉറക്കം തരണം. ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ദൈവിക കൃപ വേണം. ദൈവിക ദർശനങ്ങളെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കൃപ തരണം. നാളെ രാവിലെ ബലത്തോടെ ഞങ്ങളെ കർത്താവെ ഉത്സാഹത്തോടെ ഞങ്ങളെ വീണ്ടും കൂട്ടി വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. 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 സജീവ പ്രാർത്ഥിച്ചാട്ടെ. സജീവ് ബ്രദർ ലൈനിലുണ്ടല്ലോ, ഡ്യൂട്ടിയിലാണോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓക്കെ. യെസ് ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ ആമേൻ. സിസ്റ്റർ സിനി പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പരിശുദ്ധ പിതാവ്, ഞങ്ങൾ പാങ്ങയുടെ അടുക്കിലേക്ക് അടുത്ത് വരുന്ന കർത്താവ്, ഞങ്ങൾ പഠിച്ച അതേ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ഗ്രഹിക്കാൻ കർത്താവെ, ആ മൈറ്റി വേർഡ്സ് ഞങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവ്. ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കും കർത്താവ്. ദൈവദാസനടികൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപയിൽ പൊതിരുമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, പൂർണ്ണ സൗഖ്യ വേദനകൾ വിട്ടുമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ കർത്താവെ. സൗഖ്യദാനാവുന്നല്ല കർത്താവ്. അങ്ങയുടെ അടിപ്പണലാൽ സൗഖ്യമുണ്ടല്ല കർത്താവെ. സൗത്രം അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവെ. അങ്ങ് എന്താഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കണം കർത്താവ്. അങ്ങനെ കൃപയിൽ ഞങ്ങളെ ഞങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന അവരിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനുഗ്രഹിക്കണം. ഓരോ ഓരോരുത്തർ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ സഹായിക്കണമേ കർത്താവെ. ദൈവകൃപയിൽ പൊതിരമേന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവ്. നല്ലൊരു രാത്രി അപ്പൊ ഓരോരുത്തർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വോത്രം സ്വോത്രം. ദൈവീയ ദർശനവും സ്വപ്നങ്ങളും ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവ്. ഒരിക്കൽ കൂടി ദേവദാസനെയും കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവകൃപയിൽ പൊതിയണമേ കർത്താവെ. എല്ലാ വേദനയും വിട്ടുമാർത്തിട്ട് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തോത്രം. അപ്പൊ എല്ലാ വാദനയും വിട്ടുമാറി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് കർത്താവെ. എല്ലാ മാനവമൊത്തം കർത്താവെ അപേക്ഷിച്ച് കേൾക്കണമേ പിതാവേ. ആമേൻ. ആൻസി എലിസബത്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ ജീസസ്.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആൻഡ് സിസ്റ്റർ പ്രാർത്ഥിച്ചു. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവേ സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപാകെ പിടിച്ചിരുന്നു കൊണ്ട് കർത്താവേ അങ്ങേ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ തിരുവചനം ശ്രവിപ്പാൻ എല്ലാം കർത്താവ് സഹായിച്ചല്ലോ നാഥ. ദൈവമേ കർത്താവിന്റെ ശ്രേഷ്ഠദാസനതയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ശാരീരികമായ ക്ഷീണങ്ങൾ, അസ്വസ്ഥതകൾ, വേദനകൾ ഉണ്ടെങ്കിലും കർത്താവേ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ദൈവമേ അങ്ങയുടെ ശക്തി ബലഹീനതയിൽ കവിഞ്ഞു വരുന്ന ആ കൃപ കൊണ്ട് കർത്താവിന്റെ ദാസനെ പൊതിയണമേ. ഓടബലമനാരകർത്താവേ നിന്റെ ബലം കൊണ്ട് നിറയ്ക്കണം അപ്പാ. എല്ലാ ക്ഷീണങ്ങളും വേദനകളും യേശുവെ അവിടുന്ന് എടുത്തു മാറ്റി പുതിയ കൃപയോടെ പുതിയ അഭിഷേകത്തോടെ ഹല്ലേലൂയ അങ്ങയ്ക്ക് വേണ്ടി പിന്നെയും ഹല്ലേലൂയ നിൽപ്പാൻ ദൈവമേ നിന്റെ ദാസനെ സഹായിക്കണമേ. കടന്നു വന്നതിന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. വചനം പഠിക്കുന്ന മക്കളെല്ലാം ദൈവം അവിടുന്ന് സഹായിക്കണമേ. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി അധികം എരിഞ്ഞു ശോഭിക്കുന്ന നല്ല ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ദൈവമേ അങ്ങയുടെ പ്രതിരൂപങ്ങളായി മാറുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങളിൽ പല ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സഭയുടെ സദേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കണമെന്ന് വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ. ദൈവദാസന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. താന്റെ ദാസ്യെ ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കൊച്ചുമക്കളെ എല്ലാം പേരുപേര ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കർത്താവെ. ഹല്ലേലൂയ. പ്രയർ ടവറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് വേണ്ട വഴികളും വാതിലുകളും എല്ലാം തുറക്കണമേ കർത്താവെ. ആവശ്യമായ എല്ലാ നന്മകളും തക്ക സമയത്ത് കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമി അതിന്റെ പൂർണ്ണത അങ്ങയ്ക്കുള്ളതാണല്ലോ അപ്പാ. ഹല്ലേലൂയ അങ്ങയുടെ ഭണ്ഡാരത്തില് അപ്പച്ചാ ഒന്നിനും മുട്ടില്ലല്ലോ കർത്താവെ. ഹല്ലേലൂയ നിന്റെ ദാസൻ ആഗ്രഹിക്കുന്നേക്കാൾ ഹല്ലേലൂയ ഉപരിയായി കർത്താവെ അതിന്റെ പണികൾ കാര്യങ്ങളെല്ലാം നടക്കുവാൻ ദൈവമേ നീ അവിടുന്ന് നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. അറിയാത്ത വഴികളിലൂടെ സഹായം എത്തിക്കുന്ന എന്റെ അപ്പ നിന്റെ പക്കൽ അനവധി വഴികളുണ്ടല്ലോ അപ്പച്ചാ. ഹല്ലേലൂയ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനെ ഞങ്ങളോട് നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രി കർത്താവെ കൂടി വന്ന് നിന്റെ മക്കളെ എല്ലാം പേരുപേരായി ഏൽപ്പിക്കുന്നു പിതാവെ. ഇത്രത്തോളം ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. വചനം കർത്താവെ ഞങ്ങൾ കേട്ടത് അധിക ശ്രദ്ധയോടെ ഞങ്ങൾ കരുതുവാനുള്ള കൃപ തരണമേ കർത്താവെ. അത് അല്ലെങ്കിൽ 30, 60, 100 മേനിയായി വിളയുവാൻ ഹല്ലേലൂയ ഫലം കായ്ക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ നാഥ ദൈവമേ ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ അപ്പൊ നിത്യരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുവാനും കർത്താവെ അങ്ങയുടെ വരവേറ്റ വാസനമായിരിക്കാൻ അങ്ങ് എതിരേൽപ്പാൻ ഹല്ലേലൂയ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവെ വിളക്കിലെണ്ണ നിറച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ അപ്പച്ചൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് സൗഖ്യം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ വചനം സംസാരിക്കുമ്പോൾ രോഗസൗഖ്യവും ഭൂതശാന്തിയും ഒക്കെ അവിടെ നടക്കുമെന്ന് ഞങ്ങൾ അറിയുന്നപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടതിനായി അടിയങ്ങൾ യാചിക്കുന്നു കർത്താവെ. കർത്താവിന്റെ ദാസന്റെ ഒരു ആവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ അതിനോട് കേട്ടിരിക്കാലെ സ്തോത്രം കർത്താവെ. യാത്രയുടെ ആമങ്ങൾ കർത്താവെ നീ ഞങ്ങൾക്ക് നല്ലവനും വിശ്വസ്തനുമായി കൂടെ ഇരിക്കണമേ. പുതിയ പ്രഭാതം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഓ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് അടിങ്ങൾ അടുത്തു വന്നിരിക്കുന്നു കർത്താവെ. സ്തോത്രം അങ്ങയുടെ വരവ് താമസിച്ചാൽ പുതിയ വർഷം അടിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം കർത്താവെ. പ്രാർത്ഥന ഏറ്റിരിക്കാലെ സ്തോത്രം മാനമത്തോട് എടുക്കണം യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹാപരിശുദ്ധത്തിന് മാധ്യമി വാഴ്ത്തപ്പെട്ട സോഷ്യപിതാന്തെയും നല്ല സമയത്തിനായ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവെ. നിന്റെ ജനമാടിയങ്ങൾ കർത്താവിനോട് വാസത്തിലെയും പ്രാർത്ഥനയുടെയും 10ാമത്തെ ദിവസേ ഹാമേ രാത്രികാലം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനുള്ള കൃപ തന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവ് നിന്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച ആമേ ഹാമേ സ്തോത്രം നല്ല വചനങ്ങൾക്ക് നന്ദിയോടങ്ങി വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവെ. മഹിമയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം ആമേ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം ഹല്ലേലൂയ. ആമേ ഖാദേശ് മരുവിനെ താർക്കുന്നുവല്ലോ കർത്താവെ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന മരുവിനെ ആമേ മരങ്ങളെ തോലുരിക്കുന്ന യഹോവയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓരത്ത് കർത്താവെ ഞങ്ങളുടെ വചനപ്രകാരം ഞങ്ങൾ ഇടിയാക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുക. ആമേ അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ
ആമേൻ ശക്തിയായി ജീവനായി ഉയർച്ചയായി രൂപാന്തരമായി ഇത് വ്യാപരിക്കണമേ, രോഗസൗഖ്യമായി വ്യാപരിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റബഖമന ഘടക ധുരാറിമാര ഘടകസി ആമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ ഹല്ലേലൂയ. ഹാലേമോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നതുപോലെ ആമേ ഹല്ലേലൂയയുടെ ഹൃദയം തുറന്നതുപോലെ ആമേ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി ദിവസങ്ങളെ പ്രകാശിപ്പിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളെ വചനം കേട്ട് ആമേ ചുമ്മാ പോകുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, അത് പ്രകാരം ജീവിക്കുവാനും അതേ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാനും തീ നിന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനും ആത്മശക്തിയോടെ ഹല്ലേലൂയ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ ആമേ ദിവസങ്ങളെ ബലപ്പെടുത്തുന്നതിനായ സ്തോത്രം. ശാരീരികമായ ക്ലേശങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ആത്മാവി കർത്താവ് ബലപ്പെടുത്തുന്നതിനായ സ്തോത്രം കർത്താവേ. എല്ലാ ഭൂരികൊന്ന് വിടുവിക്കണമേ, ശരീരത്തിന് ക്ലേശങ്ങൾ വിടുവിക്കുമറങ്ങണമേ, പൂർണ്ണ സൗഖ്യം ആരോഗ്യം ബലവും കർത്താവ് കൊടുക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ പരിശുദ്ധദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാൽ നിന്റെ വചന പൂർണ്ണ ധൈര്യത്തോടെ ഹല്ലേലൂയ പ്രസ്താവിക്കുക. ആമേൻ ദാസനെ കർത്താവ് ശാന്തീകരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നൽകുമറങ്ങണമേ. ആമേൻ ഹന്തേമോ എന്റെ ബുദ്ധിമുട്ടൊക്കെ ഹല്ലേലൂയ നിന്റെ മഹത്വത്തിനൊത്ത വേണം. ആമേൻ ക്രിസ്തുയേശുവെ പൂർണ്ണമായി തീർത്ഥം വരുമെന്നുള്ള അങ്ങനെ വാഴ്ത്തത്തെ വചന പ്രകാരം കർത്താവ് ദാസനെ ശാന്തീകരിക്കുകയും ബലപ്പെടുത്തി ചെയ്യണമേ. കുടുംബമായ എനിക്കായി പ്രാർത്ഥിക്കുന്ന തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സകലവും അറിയുന്നല്ലോ കർത്താവേ. എല്ലാം തക്ക സമയത്ത് നന്നായി ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാവർക്കും കോട്ടയായിരിക്കണമേ, തള്ളായിരിക്കും മറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം കാണുവരെ വിസ്താരമായ ചിരങ്ങളെ സൂക്ഷിക്കും മറങ്ങണമേ. അനർത്ഥങ്ങൾ ഭാരങ്ങൾ ദിവസങ്ങൾ നല്ല ഞങ്ങളെ വിടുവിക്കും മറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുപ്പിക്കാൻ ശ്രദ്ധിക്കുന്ന സകലമേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയിൽ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. Thank you. Elsa, Elizabeth. Praise God. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വൈകിയ വേളയിൽ അപ്പ നല്ല അംശം തിരഞ്ഞെടുത്തവരായി അങ്ങേ പതിപിടുത്തോട് ചേർന്നിരിക്കുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം ഒരിക്കൽ വലിയ സാവകാശം നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കടന്നു വന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പ, ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ സ്വർഗമിടയാക്കുമാറാകണം കർത്താവ്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ സ്വർഗം കൃപ നൽകുമാറാകണമേ കർത്താവേ. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നെന്ന് കർത്താവെ അവിടുന്ന് പറഞ്ഞതാണല്ലോ. അപ്പച്ച തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഗ്രഹിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ പകരുമാറാകണമേ. ദൈവശക്തിയെ അനുഭവിച്ചറിയുവാൻ ദിവസങ്ങളിൽ സ്വർഗം കൃപ പകരുമാറാകണമേ കർത്താവെ. ആത്മാവിന്റെ ശക്തി സ്വർഗം ഞങ്ങളിൽ ഓരോരുത്തരും പകരുമാറാകണമേ കർത്താവെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് അവിടുത്തെ വചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുവാൻ അനേകരത് കുടിക്കുവാൻ സ്വർഗമിടയാക്കുമാറാകണമേ. അനേകരെ കർത്താവിനോട് നേടുവാൻ സ്വർഗം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പൊ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവനാമത്തിന് മഹത്വം ഉയർത്തുന്നവരാക്കി സ്വർഗം ഞങ്ങൾ ഓരോരുത്തരും തീർക്കുമാറാക്കണമേ. അപ്പ പ്രത്യേക കർത്തദാസനായി പ്രാർത്ഥിക്കുന്നപ്പ, നിന്റെ അഭിഷിക്തനെ സ്വർഗം ഇത്രത്തോളം ബലപ്പെടുത്തിയ വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. പിന്നെ സ്വർഗം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. ആത്മാവിന്റെ ശക്തിയാൽ ദിവസങ്ങൾ നിറയ്ക്കുമാറാകണമേ കർത്താവെ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തുയേശുവിനും അരികിലത്രേ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആ കൽവറിയിലെ തിരുരക്തത്തിന്റെ ദാസനെ സ്വർഗം സൗഖ്യമാക്കുമാറാകണമേ കർത്താവെ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നുവെന്ന് അവിടുത്തെ വചനമാകുന്നുവല്ലോ അപ്പ. കാൽവറിയിൽ ഞങ്ങളുടെ സകല രോഗങ്ങളെയും വഹിച്ചവനെ, ഞങ്ങളുടെ സകല വേദനകളെയും ചുമന്നവനെ, നിന്റെ ദാസനെ സ്വർഗം സൗഖ്യമാക്കുമാറാകണമേ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു തിരുവചന പ്രകാരം എന്റെ കർത്താവ് നിന്റെ ദാസനെ സൗഖ്യമാക്കണമേ. വേഗമോടുന്ന വചനം ആ ശരീരത്തിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. ആത്മാവിന്റെ ശക്തി ആ ശരീരത്തിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. സ്വർഗ സൗഖ്യം പകരുമാറാകണമേ. നാളെ രാവിലത്തെ മീറ്റിംഗിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കാണുമ്പോൾ സ്വർഗം സൗഖ്യം പകർന്നു കേൾക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. സകലത് നിന്റെ പൊന്നു തിരുനാം മഹത്വത്തിനാക്കി മാത്രം തീർക്കുമാറാക്കണമേ കർത്താവേ. നന്ദിയോടങ്ങയെ സ്തുതിക്കുന്നപ്പാ. ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം കർത്താവേ. പ്രാണനെ
ജീവനെയും ആമേൻ. ആത്മാവിനെയും സ്തോത്രം, ശക്തിമജ്ജകളെയും വേർപിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം അതിന്റെ ക്രിയ ചെയ്യുമാറാകട്ടെ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച ദാസന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തൃദാസി സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ സ്വർഗം കൃപ പകരുമാറാകണമേ. തലമുറകളെ രണ്ടുപേരെ സ്വർഗം അനുഗ്രഹിക്കണമേ. മകളെ കുടുംബമായി സ്വർഗം അനുഗ്രഹിക്കണം. മിഞ്ചുമതിലെ ബലാശിനെ വിടുവിക്കണമേ. മകനെ സ്വർഗം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി സ്വർഗം മകന് വേണ്ടി ഒരുക്കുമാറാകണമേ കർത്താവേ. അവരെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ സ്വർഗം പിന്നെ അനുഗ്രഹമാക്കി തീർക്കണമേ. തിരുവഴുത്തിന്റെ മർമ്മങ്ങളെ പിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും സ്വർഗം ഞങ്ങൾക്ക് പകർന്നു നൽകുമാറാകണമേ കർത്താവേ. പിരിഞ്ഞു പോകുമ്പോൾ നിന്റെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ അപ്പാ. നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കുമാറാകണ കർത്താവേ. ഈ രാത്രി അവിടുത്തെ വരവാണെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ എടുക്കപ്പെടുന്നിടയാക്കണമേ. അല്ല നാളത്തെ പകൽ ഞങ്ങൾക്ക് ആശേഷിക്കുന്നുവെങ്കിൽ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി നിൽപ്പാൻ സ്വർഗം കൃപ പകരുമാറാകണമേ കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ പൊന്നുസന്നിധിയിൽ സമർപ്പിക്കുന്ന അപ്പാ. കാൽവറിയിൽ ഞങ്ങൾക്ക് ആ ജീവനെ തന്ന രക്ഷകന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് വിശേഷം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. പഠിക്കുന്നൊക്കെ അവരുടെ ഓർമ്മയിലിരിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ എക്സാമിന്റെ വരികയാണ്. അതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിലൊക്കെ. സോ ബെനഡിക്ഷൻ എല്ലാവരോടും ചേർന്ന് ആശീർവാദം ഒരുമിച്ച്. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ക്ലാസ്സുകളുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഈ 40 ഡേയ്സിന്റെ ക്ലാസ്സുകൾ അനേകർക്ക് കർത്താവിന്റെ വേലയ്ക്ക് ഒരുങ്ങി പ്രയോജനപ്പെടുവാൻ സിസ്റ്റമാറ്റിക്കലായി അവരുടെ ആത്മീയ ക്രിസ്ത്യ ജീവിതത്തിന്റെ ബ്ലെസ്സിങ്ങിനെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഗ്രൂപ്പിലെല്ലാം വിട്ട് കഴിയുന്നത്ര ആളുകൾ കർത്താവ് കണ്ടവരൊക്കെ ദൈവം പഠിച്ച് പ്രയോജനപ്പെട്ട്. ഓൾ ദ ബെസ്റ്റ്. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ രാവിലെ കാണാം. God bless you all. Thank you, Pastor. Good night. Thank you, Pastor. Amen. Thank you, Pastor. Thank you. Praise the Lord. Thank you, Pastor. Amen. Praise God. Praise the Lord.